സർ ഈ സി എ ജോബ് ഈ ഇതിനെന്തെങ്കിലും ഡ്രോബാക്ക് ഉണ്ടോ? ജോബ് കിട്ടിയതിന് ശേഷം അത് ഈ വർക്ക് ലൈഫ് ബാലൻസ് മാനേജ് ചെയ്യാൻ പറ്റും? സർ സർ ഏതാ സജസ്റ്റ് ചെയ്യാൻ പറ്റും? ഫൗണ്ടേഷൻ റൂട്ടാണോ ഡയറക്റ്റ് എൻട്രി റൂട്ടാണോ? ഈ ആർട്ടിക്കൽഷിപ്പ് ചെറിയ ഫേമിന്ന് ചെയ്യുമ്പോഴും മറ്റേ വലിയ ബിഗ് ഫോഴ്സിനൊക്കെ ചെയ്യുമ്പോഴും അല്ല വ്യത്യാസം എന്തെങ്കിലും ഉണ്ടാവും? I'm taking this opportunity. Very good morning, all. I'm taking this opportunity as a privilege to introduce CA Shanil Usman, sir, to give you, the basic content and basic element, especially the orientation to the CA program. Different kinds of accounting program. Like he will give you all the steps you have to be prepared and will be with the academics. And if a few of you are good in, they have an ambition to become a CA aspirant, and most of them from some students from science department and few students from commerce department have a keen interest to become a chartered accountant. And welcome one of the dynamic, young and beard resource person to this program. This is is a rare opportunity and unique person. So I have shared some of the video as for the references, and you may have gone through. You may get a basic idea about Shanil Usman, and so as working as a certified chartered accountant. So is one of the prominent. He was one of the prominent CA student, and you have seen some of his video from the YouTube channel and provided by a few of his teachers. And let's, I'm not, without any ado, I'm not taking much more time of Shanil Usman. This is a blend classroom, and for your information, and we have commerce students and science students in stream. So, yeah, right. Yes, sir. You can continue, sir. Okay, thank you. Good morning. First of all, I hope എൻ്റെ സൗണ്ട് ക്ലിയർ ആണ്. നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത സ്ക്രീൻ കാണാനും പറ്റുന്നുണ്ട്. ഒന്ന് പെട്ടെന്നൊന്ന് അറിയിച്ചാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, ഓക്കെ ഫൈൻ. ഞാൻ CA ഷാനിൽ ഉസ്മാൻ, മലപ്പുറമാണ് സ്ഥലം. ഇപ്പോൾ മഞ്ചേരി സ്വന്തമായിട്ട് ഓഫീസുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ CAക്ക് ക്ലാസ് എടുക്കുന്നു. അപ്പോൾ ക്ലാസ് ഓൾമോസ്റ്റ് കേരളത്തിൽ എല്ലായിടത്തും ക്ലാസ് ഉണ്ട്. പിന്നെ ചെന്നൈ, കോയമ്പത്തൂർ കാര്യങ്ങളായിട്ട് CAയുടെ 3 സ്റ്റേജിന്, ഫൗണ്ടേഷൻ, ഇന്റർമീഡിയറ്റ്, ഫൈനൽ 3 സ്റ്റേജസിന് ക്ലാസ് എടുക്കുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ നമ്മളെ മീറ്റിംഗിന്റെ പേർപ്പസ് എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാം. CAനെ പറ്റിയുള്ള ഒരു അവയർനെസ്, ഓറിയന്റേഷൻ. ഇത് ഐ ബിലീവ് ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ യു. കാരണം എന്താണ്, ഐ എം ഗോയിങ് ടു ടെൽ യു ബോത്ത്. ഓക്കെ, അതായത് CAന്റെ പ്ലസ് പോയിന്റ്സ് എന്താ, CAന്റെ മൈനസ്, എല്ലാം പറഞ്ഞു തരാൻ പോകണം. അൾട്ടിമേറ്റ്ലി ഞാൻ ഒരുപാട് CA സ്റ്റുഡൻസിനോട് ഇന്ററാക്ട് ചെയ്യുന്നതാണ്. ആൻഡ് മേ ബി ഇൻഷാല്ലാ അറ്റ് സം പോയിന്റ് ഓഫ് ടൈം നിങ്ങൾ CA കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മളും കണ്ടുമുട്ടേണ്ടതാണ്. സോ what are you supposed to do? നിങ്ങൾ ഈ കോഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ഇതിന് എക്സ്പെക്ട് ചെയ്യേണ്ടത്, ഒരു ഫുൾ പിക്ചർ നിങ്ങൾക്ക് തരാനാണ് എൻ്റെ എയിം. ഇതെന്തുകൊണ്ട് ഞാൻ ഇമ്പോർട്ടൻ്റ് പറയാൻ കാരണം ഞാൻ തന്നെ CAക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇത് എന്താ സ്ഥാപനം എന്നുള്ളൊരു ഫുൾ പിക്ചർ എനിക്ക് തന്നെ ഇല്ലേ. ഞാൻ ചോദിച്ച കോമൺലി ഒരാളോട് CA കോഴ്സിനെ പറ്റി അന്വേഷിക്കുമ്പോൾ അവരെനിക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ, 1, ഒപ്പിട്ടാ പൈസ കിട്ടും, 2, ടഫാണ്. ഈ 2 കാര്യങ്ങൾ മാത്രമേ എനിക്കറിയുള്ളൂ. കാരണം നമ്മൾ ധാരണ അങ്ങനെ ഒപ്പിട്ടാൽ അങ്ങനെ ആൾക്കാരിങ്ങനെ JCBയിൽ ഇങ്ങനെ പൈസ അങ്ങനെ കൊടുത്ത് ഇങ്ങനെ കൊട്ടി തരാണ് നമ്മൾ ഒപ്പിടുന്നതനുസരിച്ച്. പിന്നെ സാധനം ടഫാണ്. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കാന്ന് വെച്ചു. അൽഹംദുലില്ലാഹ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ 3 സ്റ്റേജസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ലൈക്ക് ഐ ടോൾഡ് യു, എന്ന് പ്രാക്ടീസ് ചെയ്യാണ്, ക്ലാസ്സസ് കൊടുക്കണം. ഇവിടെ നമ്മളിപ്പോൾ കവർ ചെയ്യാൻ പോണ ഫാക്ടേഴ്സ് എന്തൊക്കെ, ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സിൽ നമുക്ക് എന്തൊക്കെയാണ് സ്റ്റേജസ് ഉള്ളത്, എന്താണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ചെയ്യുക, സാധാരണ എല്ലാവർക്കും മൈൻഡിലുള്ള ഡൗട്ടാണ് എന്താ ചെയ്യാന്നുള്ളത്. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, സാറേ ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം നമുക്ക് എത്ര കിട്ടും എന്നുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞു തരി. വൈ CA, വൈ ഷുഡ് യു ഓഫർ CA എന്നുള്ളത്. ഈ ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് ഐ ഇന്റൻഡ് ടു സ്റ്റാർട്ട് മൈ സെഷൻ. ആൻഡ് ദെൻ അഗെയിൻ ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ ആയിട്ടാണ് ഞാൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കിന്റെ ഇടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചാറ്റ് ചെയ്തിട്ട് ചോദിക്കാം, അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. ഓർ നമ്മുടെ സെഷൻ കഴിഞ്ഞിട്ട് ഐ എം റെഡി ടു സ്പെൻഡ് സം ടൈം വിത്ത് യു. നിങ്ങൾക്കുള്ള ഡൗട്ട്സ് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് തരാം. Shall we start?
സ്റ്റേജസ് നമുക്ക് സി എ കോഴ്സിൽ ഇപ്പോൾ രണ്ട് റൂട്ടാണുള്ളത്, രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്ന്, ദർ ഇസ് സംതിങ് നോൺ ആസ് ഫൗണ്ടേഷൻ റൂട്ട്, then there is something else known as direct entry route. ഫൗണ്ടേഷൻ റൂട്ട്, ഡയറക്റ്റ് എൻട്രി റൂട്ട്. ഫൗണ്ടേഷൻ റൂട്ട് ആർക്കുള്ളതാണ്? ഒരു +2 കഴിഞ്ഞിട്ട് വരുന്ന ഒരാൾക്ക് ഫൗണ്ടേഷൻ റൂട്ടിലൂടെയാണ് സി എ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. നമുക്ക് സി എയിൽ 3 സ്റ്റേജസ് ആണുള്ളത്. വി ഹാവ് ഫൗണ്ടേഷൻ, പിന്നെ ഇന്റർമീഡിയറ്റ്, പിന്നെ ഫൈനൽ. ഈ ഇന്ററിന്റെയും ഫൈനലിന്റെയും ഇടയിലാണ് നമുക്കൊരു 3 വർഷത്തെ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യാണ്ട്, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് അണ്ടറിൽ നമുക്ക് ട്രെയിനിങ് ചെയ്യാണ്ട്. ഇങ്ങനെ 3 സ്റ്റേജസ് ആണുള്ളത്. ഇതിൽ തന്നെ ഒരു +2 കഴിഞ്ഞ ഒരാൾ നേരെ ഫൗണ്ടേഷൻ റൂട്ടിലാണ് വരിക. ഫൗണ്ടേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട്, ഫൗണ്ടേഷൻ അപ്രോക്സിമേറ്റ്ലി നമുക്കൊരു 6 മാസം എടുക്കും കംപ്ലീറ്റ് ചെയ്യാൻ. ഫൗണ്ടേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇന്റർമീഡിയറ്റ് സ്റ്റേജിൽ, ഇന്ററിൽ വി ഹാവ് 2 ഗ്രൂപ്പ്സ്, ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2. ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് സബ്ജക്ട്സ്, വാട്ട് ആർ വി ഗോയിങ് ടു ഡു എല്ലാം ഡിസ്കസ് ചെയ്തുതരാം. ഇപ്പോൾ ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ. ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2. ഗ്രൂപ്പ് 1 നമുക്ക് 4 സബ്ജക്ട് ഉണ്ട്, ഗ്രൂപ്പ് 2 നമുക്ക് 4 സബ്ജക്ട്സ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ രജിസ്റ്റർ ഫോർ ആർട്ടിക്കിൾഷിപ്പ്. ഏതെങ്കിലും ഒരു ഗ്രൂപ്പ്, ഏതർ 1 or 2, അല്ലെങ്കിൽ രണ്ടും കംപ്ലീറ്റ് ചെയ്തു, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർട്ടിക്കിൾഷിപ്പിന് ജോയിൻ ചെയ്യാൻ പറ്റും ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് അണ്ടറിൽ. ഈ ആർട്ടിക്കിൾഷിപ്പ് നമുക്ക് ചെയ്യാനുള്ളത് 3 വർഷമാണ്. പക്ഷേ ആർട്ടിക്കിൾഷിപ്പ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് 2.5 കൊല്ലം കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ സി എ ഫൈനൽ എക്സാം എഴുതാൻ എലിജിബിൾ ആണ്. നിങ്ങൾ ആർട്ടിക്കിൾഷിപ്പിന് ജോയിൻ ചെയ്ത ഡേറ്റിൽ നിന്ന് 2.5 വർഷം കഴിഞ്ഞാൽ യു ആർ എലിജിബിൾ ടു റൈറ്റ് സി എ ഫൈനൽ എക്സാം. വിച്ച് മീൻസ് ഇഫ് നിങ്ങൾ ഇപ്പൊ തന്നെ സി എ ഫൈനൽ എക്സാം എഴുതി കഴിഞ്ഞിട്ട് അത് പാസ്സായാലും നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു 6 മന്ത്സിന്റെ ആർട്ടിക്കിൾഷിപ്പ് അപ്പോഴും കംപ്ലീറ്റ് ചെയ്യാൻ ഉണ്ടാവും. ആൻഡ് ഈ ആർട്ടിക്കിൾഷിപ്പും കംപ്ലീറ്റ് ആയി, നിങ്ങൾ സി എ ഫൈനൽ എല്ലാം കംപ്ലീറ്റ് ആയി, യുവർ എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ഓൺ ആൻ ആവറേജ് നമുക്ക് ഒരു 4.5-5 വർഷമാണ് ടോട്ടൽ ഡ്യൂറേഷൻ എടുക്കുക ഈ 3 വർഷത്തെ ആർട്ടിക്കിൾഷിപ്പ് അടക്കം. ഇതിൽ സി എ ഫൈനലിലും നമുക്ക് 2 ഗ്രൂപ്പാണ് ഉള്ളത്, ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2. ഗ്രൂപ്പ് 1 അഗൈൻ 4 സബ്ജക്ട്, ഗ്രൂപ്പ് 2 അഗൈൻ 4 സബ്ജക്ട്. ഇത് ഒരു എൻറ്റയർ ഓവർവ്യൂ, ഒരു ഫൗണ്ടേഷൻ റൂട്ടിലൂടെ, അതായത് +2 കഴിഞ്ഞിട്ട് സി എക്ക് വരുന്ന ഒരു സ്റ്റുഡന്റ് പാസ് ചെയ്യുന്ന സ്റ്റേജസ്. സെക്കൻഡ് ഓപ്ഷൻ ഞാൻ പറഞ്ഞത് ഡയറക്റ്റ് എൻട്രി റൂട്ട്. ഡയറക്റ്റ് എൻട്രിയിൽ വാട്ട് ഹാപ്പൻസ് ഇസ്, ഇഫ് നിങ്ങൾ +2 ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഡിഗ്രിക്ക് പോയി, ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. ഓക്കെ, നിങ്ങൾ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിഗ്രി തന്നെ ചെയ്യണമെന്നില്ല, സയൻസ് വാട്ട് എവർ. ആൻഡ് ഈ +2 തന്നെ കൊമേഴ്സ് തന്നെ ആവണമെന്നില്ല, സയൻസ്, ഏത് സ്ട്രീമിലുള്ള കുട്ടിക്കും സി എക്ക് എലിജിബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഡിഗ്രിക്ക് പോയി, ഡിഗ്രിയിൽ 60% പാസ്, നിങ്ങൾക്ക് 60% മാർക്ക് ഉണ്ടെങ്കിൽ യു ക്യാൻ ഓപ്റ്റ് ഫോർ ഡയറക്റ്റ് എൻട്രി റൂട്ട്. ഡയറക്റ്റ് എൻട്രി റൂട്ടിൽ എന്താ ഉണ്ടാവുക? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഈ ഫൗണ്ടേഷൻ എന്നുള്ള റിക്വയർമെന്റ് ഇല്ല. നിങ്ങൾ നേരെ എൻട്രി ചെയ്യുക ഇന്റർമീഡിയറ്റ് എന്നുള്ള ഈ സ്റ്റേജിലേക്കാണ്. പ്ലസ് അത് മാത്രമല്ല, ഇന്റർമീഡിയറ്റിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആർട്ടിക്കിൾഷിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എവിടെ? ഫൗണ്ടേഷൻ റൂട്ടിൽ. ഡയറക്റ്റ് എൻട്രി റൂട്ടിൽ ഇന്റർമീഡിയറ്റിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ആർട്ടിക്കിൾഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. വിച്ച് മീൻസ് നിങ്ങൾ ട്രെയിനിങ് ചെയ്യുന്ന സമയത്തും യു വുഡ് ബി അറ്റ് യുവർ ഇന്റർമീഡിയറ്റ് സ്റ്റേജ്. നേരെ മറിച്ച് ഫൗണ്ടേഷൻ റൂട്ടിൽ നമ്മൾ ഇന്റർമീഡിയറ്റിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ 2 ഗ്രൂപ്പും കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ആർട്ടിക്കിൾഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഡയറക്റ്റ് എൻട്രി റൂട്ടിൽ ഡയറക്റ്റ്ലി നമ്മൾ ആർട്ടിക്കിൾഷിപ്പിലേക്കും പോവാണ്, ഇന്റർ എക്സാമിലേക്കും. ഇത് രണ്ടും കൂടി പാരലലി കൊണ്ടുപോവാണ്. ബാക്കിയുള്ളതൊക്കെ സെയിം. നമുക്ക് 3 വർഷത്തെ ആർട്ടിക്കിൾഷിപ്പിനാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. 2.5 വർഷം നിങ്ങൾ ആർട്ടിക്കിൾഷിപ്പ് കംപ്ലീറ്റ് ചെയ്താൽ യു ആർ എലിജിബിൾ ടു റൈറ്റ് സി എ ഫൈനൽ എക്സാം. അഗെയിൻ പ്രൊവൈഡഡ് നിങ്ങൾ ഇന്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. നിങ്ങൾ ആർട്ടിക്കിൾഷിപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ ഇന്ററിന്റെ ഇപ്പോൾ ഏത് സ്റ്റേജ് ആവട്ടെ, ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾ ഒരു ഗ്രൂപ്പ് കംപ്ലീറ്റ് ചെയ്ത് രണ്ടാമത്തെ പെൻഡിങ് ആണ്, 2.5 വർഷമായി, നിങ്ങൾ ഫൈനൽ എഴുതാൻ എലിജിബിൾ ആവോ? അപ്പോൾ തന്നെ നിങ്ങൾ എലിജിബിൾ ആയിട്ടില്ല, ബിക്കോസ് നിങ്ങൾ സെക്കൻഡ് ഗ്രൂപ്പ് നിങ്ങൾ പാസ് ആയിട്ടില്ലെങ്കിൽ. അപ്പോൾ എല്ലാം ഇപ്പോൾ ഡയറക്റ്റ് എൻട്രി റൂട്ട് ആയാലും ഫൗണ്ടേഷൻ റൂട്ട് ആയാലും നിങ്ങൾ ഇന്റർലെ സ്റ്റേജസ് ഫുൾ കംപ്ലീറ്റ് ചെയ്തു, ആർട്ടിക്കിൾഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2.5 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ ഫൈനൽ എക്സാമിന് എലിജിബിൾ ആണ്. ഇത് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. ഇനിയുള്ള ടോപ്പിക് എന്താണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ചെയ്യുക എന്നുള്ളത്. അഗെയിൻ ഐ ഹാവൻ ടോൾഡ് യു ദ സബ്ജക്ട്സ് ദാറ്റ് വി ഹാവ് ടു സ്റ്റഡി ഇൻ സി എ കോഴ്സ്. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്താ ചെയ്യുക എന്നുള്ളതും എന്തൊക്കെയാണ് സബ്ജക്ട് നമുക്ക് പഠിക്കാൻ ഉള്ളത് രണ്ടും റിലേറ്റഡ് ആണ്. അതുകൊണ്ടാണ് ഡയറക്റ്റ്ലി അതിലേക്ക് പോകുന്നത്. ലെറ്റ്സ് സീ ഒരു സി എ എന്തൊക്കെ വർക്കാണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ചെയ്യാൻ. ഇപ്പോൾ ഞാൻ തന്നെ സി എ കോഴ്സിന് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗിന്റെ ബേസിൽ ജോയിൻ ചെയ്തത് കേട്ടോ. ഞാൻ വിചാരിച്ച് ചാർട്ടേഡ് അക്കൗണ്ടൻസി ഫുൾ അക്കൗണ്ട്സ് ആയിട്ടാണ്, അക്കൗണ്ട്സ് എന്റെ ഫേവറേറ്റ് സബ്ജക്റ്റുമാണ്, അങ്ങനെ വിചാരിച്ചിട്ട് ജോയിൻ ചെയ്തത്. ബട്ട് ഇവിടെ നമുക്ക് മെയിൻലി പഠിക്കാനുള്ള കുറച്ച് സബ്ജക്ട്സ്, നമുക്ക് ലോ പഠിക്കാനുണ്ട്. വി ഹാവ് SFM, കോസ്റ്റിംഗ്, അക്കൗണ്ട്സ്,
ഓഡിറ്റ്, ടാക്സ്. ഞാൻ നിങ്ങൾക്ക് CA കോഴ്സിലുള്ള മെയിൻ കോർ പേപ്പേഴ്സ് എന്തൊക്കെയാന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. അപ്പോൾ ഇത് പല സ്റ്റേജസിലായിട്ട് നമ്മൾ ഫൗണ്ടേഷനിലും ഇന്ററിലും ഫൈനലിലും ആയിട്ടും ഈ സബ്ജക്ട്സ് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് പഠിക്കാൻ പോവാണ്. നേരെ മറിച്ച് ഇപ്പോൾ ഫൗണ്ടേഷനിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടെ അക്കൗണ്ട്സിന്റെ കുറച്ച് ബേസിക്സ് ഉണ്ടാവും, കുറച്ച് ബേസിക് ആയിട്ടുള്ള മാത്സ് ഉണ്ടാവും, കുറച്ച് എക്കണോമിക്സ് ഉണ്ടാവും, ഇങ്ങനെയുള്ള. പക്ഷെ മാത്സും എക്കണോമിക്സും നമ്മുടെ മെയിൻ പേപ്പേഴ്സ് അല്ല. ഓർ ഇൻ അതർ വേർഡ്സ്, ഫൗണ്ടേഷൻ ലെവൽ കഴിഞ്ഞാൽ പിന്നെ മാത്സ് എന്നുള്ള പേപ്പർ നമ്മൾ കാണാൻ തന്നെ പോകുന്നില്ല. അതിന്റെ ചിലപ്പോൾ ചില ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആയിട്ട് വരും. ഇപ്പോൾ CA ഇന്റർലും ഫൈനലും നമ്മൾ പഠിക്കാൻ പോണ കോസ്റ്റിംഗ് പേപ്പറിൽ ചിലപ്പോൾ മാത്സിന്റെ ചില ട്രിക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വരാം. അതല്ലാതെ ഒരു സബ്ജക്ട് മാത്സ് എന്നുള്ള സബ്ജക്ട് നമുക്ക് കാണാനില്ല. അപ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ, ഇന്റർമീഡിയറ്റ്, ഫൈനൽ ഈ 3 സ്റ്റേജസിലായിട്ട് ടുഗദർ നമ്മൾ 4 പേപ്പേഴ്സ് ഏതൊക്കെയാണ്? ലോ, SFM, കോസ്റ്റിംഗ്, അക്കൗണ്ട്സ്, ഓഡിറ്റ്, ടാക്സ്. ഓരോ സബ്ജക്റ്റും അപ്രോക്സിമേറ്റ്ലി നമുക്ക് ഒരു 300 to 600 ഹവേഴ്സ് പഠിക്കാനുള്ള സബ്ജക്ട്സ് ആണ്. ഇന്റർമീഡിയറ്റും ഫൈനലും എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് ഒരു 300-600 മണിക്കൂറോളം പഠിക്കാനുള്ള സബ്ജക്ട്സ് ആണ്. ഇതിന്റെ ഓവർവ്യൂ നിങ്ങൾക്ക് ഈ ഒരു അരമണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് ഒരു സമ്മറി എന്നുള്ളത് ഞാൻ തരികയാണെങ്കിൽ, പ്ലസ് ഞാൻ പറഞ്ഞു നമ്മളെ എയിം എന്താ, ചാർട്ടേഡ് അക്കൗണ്ടിൽ എന്താ ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് തരിക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ബ്രീഫ്ലി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ലോ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഒരു കച്ചവടം ചെയ്യണം എന്നുള്ളത്. നമുക്ക് ഏതൊക്കെ രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റും? ഐ വുഡ് ടെൽ യു, നമുക്ക് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് ഒരു കച്ചവടം തുടങ്ങുക എന്നുള്ള സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. അല്ലെങ്കിൽ നിങ്ങൾ 4-5 ആൾക്കാരുണ്ടെങ്കിൽ യു ഹാവ് എൻ ഓപ്ഷൻ ടു ക്രിയേറ്റ് എ പാർട്ട്ണർഷിപ്പ്. അല്ലെങ്കിൽ നമുക്ക് ഒരു LLP എന്നൊരു കോൺസെപ്റ്റ്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്. അല്ലെങ്കിൽ നമുക്കൊരു കമ്പനി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ചില കേസസിൽ നമുക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം, ട്രസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഏത് ഇതിലേക്ക് പോകണം എന്നുള്ളത്. ലെറ്റ് മീ ടെൽ യു വൺ മോർ തിങ്. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ടൊക്കെ തോന്നും, പിന്നെ അതങ്ങനെ ശീലമായിക്കോളും. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാം, LLP സ്റ്റാർട്ട് ചെയ്യാം, കമ്പനി സ്റ്റാർട്ട് ചെയ്യാം, കോപ്പറേറ്റീവ് സൊസൈറ്റി, ട്രസ്റ്റ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ ഇതിൽ ഏത് ഓപ്ഷനിലേക്കാണ് നിങ്ങൾ പോണത് എന്ന് നമ്മൾ നോക്കും. വിച്ച് വൺ ഇസ് ബെനിഫിഷ്യൽ ഫോർ യു. ഓരോ ടൈപ്പ് എൻറ്റിറ്റിക്കും അതിൻ്റെതായ ബെനിഫിറ്റ്സ് ഉണ്ട്, ഡ്രോബാക്സ് ഉണ്ട്. ഫസ്റ്റ് തിങ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ചൂസ് ചെയ്യണം. നിങ്ങൾക്ക് ഞാനൊരു അഡ്വൈസ് നൽകാൻ തരുകയാണ്, നിങ്ങൾക്ക് ഏത് രീതിയിൽ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. ഇത് നിങ്ങൾ ഒരു കമ്പനി എന്നുള്ളത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ വർക്ക് അവിടെയും എൻ്റെ ചെയ്യുന്നില്ല. പിന്നെ ഇതിലുള്ള ഓരോ ടൈപ്പ് എൻറ്റിറ്റിക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ലോ ഉണ്ടാവും. ടോപ്പിക് ഡിസ്കസിംഗ് ലോ. ഓരോ ടൈപ്പ് എൻറ്റിറ്റിക്ക് LLPക്ക് LLPൻ്റെതായ ആക്ട് ഉണ്ട്, പാർട്ട്ണർഷിപ്പിൻ്റെതായ ആക്ട് ഉണ്ട്, കമ്പനിക്ക് കമ്പനിന്റെ ആക്ട് ഉണ്ട്, ട്രസ്റ്റിന്റെ ആക്ട് ഉണ്ട്. അപ്പോൾ ത്രൂ ഔട്ട് നിങ്ങൾ ആ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കണം. അത്രയും കാലം നിങ്ങൾ നിയമം ഫുള്ള് കംപ്ലൈ ചെയ്യുന്നുണ്ടോ, അവിടെയൊക്കെ നമ്മൾ അഡ്വൈസ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് വൺ ഓഫ് ദി വർക്ക് ഓഫ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ആൻഡ് ആ പേർപ്പസിനാണ് നമ്മൾ ലോ എന്നുള്ള സബ്ജക്ട് നമുക്ക് 3 സ്റ്റേജിലുണ്ട്. നമുക്ക് ഫൗണ്ടേഷനിൽ ലോ പഠിക്കാനുണ്ട്, ഇന്റർലും പഠിക്കാനുണ്ട്, ഫൈനലിലും പഠിക്കാനുണ്ട്. ഐ മൈസെൽഫ് ഐ എം എ ലോ ഫാക്കൽറ്റി. ഞാൻ ലോ എന്നുള്ള സബ്ജക്റ്റ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് ലോ. സെക്കൻഡ് തിങ് SFM, സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഫിനാൻസ് മാനേജ് ചെയ്യുന്ന ടോപ്പിക്കാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇതിൽ നമുക്ക് ഒരു ബിസിനസ്സിന് നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും, വാട്ട് ആർ ദി സോഴ്സസ് നമുക്ക് ഫണ്ട് റേസ് ചെയ്യാനുള്ളത്, ആൻഡ് ഈ പൈസയൊക്കെ നമുക്ക് എവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, എങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സോഴ്സസ് ഓഫ് ഫണ്ട്, ഇപ്പോൾ നിങ്ങൾക്കുള്ള ബിസിനസ്സിന് നിങ്ങൾ ഏത് രീതിയിൽ ഫണ്ട് റേസ് ചെയ്യണം. നിങ്ങൾ ക്യാപിറ്റൽ എന്നുള്ള രീതിയിൽ റേസ് ചെയ്യണോ, ക്യാപിറ്റൽ തന്നെ ഇക്വിറ്റി ആയിട്ട് റേസ് ചെയ്യണോ, പ്രിഫറൻസ് ആയിട്ട് റേസ് ചെയ്യണോ, അതല്ല ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യണോ, ബോൺസിലൂടെ ഫണ്ട് റേസ് ചെയ്യണോ, ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് റേസ് ചെയ്യണോ, വാട്ട് ഇസ് ദി സോഴ്സ്, ഈ ഫാക്ടർ നമ്മൾ നോക്കും. ആൻഡ് അപ്പോൾ ഇതിൽ തന്നെ ഓരോന്നിനും അതിൻ്റെതായ ബെനിഫിറ്റ്സ് ഉണ്ട്, ഡ്രോബാക്സ് ഉണ്ട്. പ്ലസ് ഒരു കമ്പനിക്ക് വേണ്ടതിനേക്കാൾ കൂടുതൽ ഫണ്ട് നമ്മൾ റേസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഡ്രോബാക്സ് വേറെ തന്നെ ഉണ്ട്. സഫീഷ്യന്റ് ഫണ്ട് നമുക്ക് റേസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ, നമ്മൾ ഫാക്ടറി സെറ്റപ്പ് ചെയ്യുക, മെഷീനറി, റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനുള്ള ഫണ്ട് നമുക്ക് റിക്വയർമെന്റ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല. കൂടുതൽ ഫണ്ട് റേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കമ്പനിയിൽ ഐഡൽ ഫണ്ട് കിടക്കുകയാണ്. അത്രയും ഓണേഴ്സിന് നമ്മൾ തിരിച്ച് ഡിവിഡൻഡും കാര്യങ്ങളും കൊടുക്കും വേണ്ടി വരും. നമ്മൾ എന്ത് തീരുമാനം എടുക്കുമ്പോഴും ഈ ഓണേഴ്സിനെ നമ്മൾ മീറ്റിംഗിൽ വിളിച്ച് അവരെ തീരുമാനം നമ്മൾ കൺട്രോൾ തന്നെ ഡൈല്യൂട്ടഡ് ആയിട്ട് പോവാണ്. അപ്പോൾ ഒരു കമ്പനിക്ക്, ഒരു എസ്റ്റാബ്ലിഷ്മെന്റിന് വേണ്ട കറക്റ്റ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ എത്ര, അത് ഏത് മെത്തേഡിലൂടെ നമ്മൾ ഫണ്ട് റേസ് ചെയ്യാനാണ് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ,
ആൻഡ് ഇത് എവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, ഇതൊക്കെയാണ് വാട്ട് ആർ ദി ബെനിഫിറ്റ്സ്, നമ്മൾ ഏത് ടൈപ്പ് എൻറ്റിറ്റിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം നല്ലത്, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം നല്ലത്, എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം നല്ലത്, ഇത് ഫുള്ള് നമ്മൾ നോക്കും. പ്ലസ് നിങ്ങളെ കമ്പനിക്ക് അസറ്റ്സിന്റെ റിക്വയർമെന്റ് ഉണ്ട്, അത് മെഷീനറി ആവട്ടെ, ലാൻഡ് ആവട്ടെ, വാട്ട് എവർ. ഇത് നമ്മൾ പെർച്ചേസ് ചെയ്യണോ അതോ നമ്മൾ റെന്റിന് എടുക്കണോ, റെന്റിന് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എത്ര പീരീഡിന് റെന്റ് എടുക്കുമ്പോൾ നമ്മൾ എത്ര അതിന് കോസ്റ്റ് കൊടുക്കേണ്ടി വരും, എല്ലാം ഒരു കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇത് ഫുള്ളാണ് നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നുള്ള സബ്ജക്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ FM ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നുള്ളത് നമുക്ക് ഇന്റർ തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ററിലും ഫൈനലും ആണ് നമ്മൾ ഈ സബ്ജക്ട് നമ്മൾ കാണാൻ പോകുന്നത്. കോസ്റ്റിംഗ്, നിങ്ങളെ ബിസിനസ്, നിങ്ങളെ കമ്പനി എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പൊ ഈ പ്രൊഡക്റ്റിന്റെ പ്രൈസിങ് എത്ര ആയിരിക്കണം? അപ്പൊ ഈ പ്രൈസിംഗിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. നിങ്ങൾ ഒരു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അവിടെ മെഷീനറി ഉണ്ട്, അതിന്റെ കോസ്റ്റ് ഉണ്ടാവും. കോസ്റ്റ് ഉണ്ട്, നമ്മൾ ചിലപ്പോൾ ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാവും, വേരിയബിൾ കോസ്റ്റ് ഉണ്ടാവും. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ സ്ഥാപനം നടത്തിയാലും നടത്തിയില്ലെങ്കിൽ എന്തായാലും ഇൻക്രീസ് ചെയ്യാൻ പോണ കോസ്റ്റ്. എക്സാമ്പിൾ റെന്റ്, നമ്മൾ അടച്ചിട്ടാലും നമ്മൾ റെന്റ് കൊടുക്കേണ്ടി വരും, കച്ചവടം നടത്തിയാലും നമ്മൾ റെന്റ് കൊടുക്കേണ്ടി വരും. വേരിയബിൾ കോസ്റ്റ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ റോ മെറ്റീരിയൽസ്, നമ്മൾ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റോ മെറ്റീരിയൽ വാങ്ങേണ്ട ആവശ്യമുള്ളൂ. പ്രൊഡക്ഷൻ ഇല്ലാത്ത സമയത്ത് നമുക്ക് റോ മെറ്റീരിയൽ വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ് എല്ലാം കൺസിഡർ ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റിന്റെ കറക്റ്റ് കോസ്റ്റിംഗ് എത്ര ആയിരിക്കണം, പ്രൈസിങ് എത്ര ആയിരിക്കണം. പ്രൈസിങ് ഓവർ ആയാലും പ്രശ്നമാണ്, ആൾക്കാർ നിങ്ങളെ ഗുഡ്സ് പർച്ചേസ് ചെയ്യൂല. പ്രൈസിങ് കുറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ വൻ ഡിമാൻഡ് ഉണ്ടാവും, ആൾക്കാർ ഗുഡ്സ് പർച്ചേസ് ചെയ്യും. പക്ഷെ നമ്മൾ ചിലപ്പോൾ ലോസിലേക്കാരും സാധനം നടത്തിക്കൊണ്ട് പോകുന്നത്, നമ്മൾ ഇൻക്രീ ചെയ്യുന്ന കോസ്റ്റിനെ മീറ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും. ഇങ്ങനത്തെ ഫാക്ടേഴ്സ് ആണ് നമ്മൾ കോസ്റ്റിംഗ് എന്നുള്ള പേപ്പറിൽ നമ്മൾ പഠിക്കുക. വിച്ച് അഗെയിൻ ഈ ഇന്റർവ്യൂ നമുക്ക് പഠിക്കാനുണ്ടാവും, ഫൈനലിൽ നമുക്ക് പഠിക്കാനുണ്ടാവും. അപ്പോൾ ഇന്റർവ്യൂ ഫൈനലും പഠിക്കാനുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കട്ടോ. ഇന്റർവ്യൂ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഓവർവ്യൂ തരും, എന്തൊക്കെയാണ് എന്നുള്ളത് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് തന്നിട്ട് ഫൈനലിലായിരിക്കും നമ്മൾ സ്പെഷ്യലൈസ്ഡ് നോളജ് ഓരോ ടോപ്പിക്കിലും നമ്മൾ പഠിക്കാൻ പോകും. പിന്നെ അക്കൗണ്ട്സ്, വിച്ച് ഐ ബിലീവ് നിങ്ങൾ അറ്റ്ലീസ്റ്റ് കേട്ടിട്ടെങ്കിലും ഉണ്ടാവും. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അക്കൗണ്ട്സ്, കണക്ക് പ്രിപ്പയർ ചെയ്യുക, ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, അക്കൗണ്ട്സ്. അപ്പോൾ ഒരു അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് അക്കൗണ്ടിങ് പോളിസീസ് ഉണ്ട്. നമ്മൾ ഇന്ത്യയിൽ തന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കൊണ്ടൊരു സാധനമുണ്ട്, നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസ്. ഇനി ഇന്റർനാഷണൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ IFRS കൊണ്ടൊരു സാധനമുണ്ട്. അപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ്, ഇത് ഫുള്ള് നിങ്ങൾ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ദിസ് ഇസ് വാട്ട് യു ആർ മെയിൻലി ഗോയിങ് ടു സ്റ്റഡി ഇൻ അക്കൗണ്ട്സ് എന്നുള്ള ടോപ്പിക്കിൽ. പ്ലസ് അഗൈൻ ലെറ്റ് മീ ടെൽ യു വൺ മോർ തിങ്. ചാർട്ടേഡ് അക്കൗണ്ടൻസിയിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് മെയിൻലി അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ള വർക്ക് അല്ല ചെയ്യുക, അത് അക്കൗണ്ടൻസ് ആണ് ചെയ്യുക. ചാർട്ടേഡ് അക്കൗണ്ടന്റ് മെയിൻ ഈ ഏരിയയിലുള്ള സ്കോപ്പ് ഓഡിറ്റിലാണ്. ആൻഡ് വാട്ട് ഈസ് ഓഡിറ്റ്? ഈ പ്രിപ്പയർ ചെയ്ത അക്കൗണ്ട്സ് ചെക്ക് ചെയ്യുക എന്നുള്ളത്. ചെക്ക് ചെയ്തിട്ട് ഇവർ പ്രോപ്പർലി ആണോ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഉടായ്പ് കണക്കുണ്ടാക്കിയിട്ടുണ്ടോ, കാര്യങ്ങൾ നോക്കണമെങ്കിൽ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് വേണം? അക്കൗണ്ട്സിന്റെ നോളജ് വേണം. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും അക്കൗണ്ടിങ് പോളിസീസും എല്ലാത്തിൻ്റെയും നോളജ് വേണം. രണ്ട് കമ്പനിയുടെ മെർജർ നടക്കുകയാണ്, രണ്ട് കമ്പനീസ് ക്ലബ് ആവാൻ പോവാണ്. അപ്പോൾ അവിടെ എങ്ങനെയൊക്കെയാണ് എൻട്രീസ് പാസ് ചെയ്യുക, എന്തൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ട പോളിസീസ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണെന്നുള്ള നോളജ് നമുക്ക് വേണം. ലൈക്ക് ഐ ടോൾഡ് യു, നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യലല്ല CA ചെയ്യുക എന്ന് പറയുമ്പോൾ ഡിപ്പെൻസ്, നമ്മളെ ക്ലയന്റിന്റെ റിക്വയർമെന്റ്. ഇപ്പോൾ ക്ലയന്റിന്റെ ബുക്സ് തന്നെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അവർക്ക് അക്കൗണ്ട്സ് ഉണ്ടാക്കി കൊടുക്കും, നമ്മൾ ഓഡിറ്റും ചെയ്ത് കൊടുക്കും. പക്ഷെ ഇത് രണ്ടും ഒരേ CA തന്നെ ചെയ്യൂല. ഇപ്പൊ എന്റെ ഒരു ക്ലയന്റിന് ഞാൻ അക്കൗണ്ട്സ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ പിന്നെ അയാളെ കണക്ക് ഞാൻ ഓഡിറ്റ് ചെയ്യാൻ പാടില്ല. വേറൊരു ക്ലയന്റ് അയാൾക്ക് സ്വന്തമായിട്ടുള്ള സ്റ്റാഫും കാര്യങ്ങളും അല്ലെങ്കിൽ വേറെ എവിടേക്ക് അക്കൗണ്ട്സ് ഒക്കെ ഉണ്ടാക്കി അയാൾ എൻ്റെ അടുത്ത് ഓഡിറ്റിന് കൊടുത്തിട്ടാണ് അയാൾ ആ കണക്ക് ഞാൻ ഓഡിറ്റ് ചെയ്യും. എന്തുകൊണ്ടാണ് നമ്മൾ അക്കൗണ്ട്സ് ഓഡിറ്റ് ഒന്നിച്ച് ഒരേ CA ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ കാരണം ഇപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ തന്നെ ആലോചിച്ചു, നിങ്ങൾ എഴുതാൻ പോണ +1 അല്ലെങ്കിൽ +2 എക്സാം ആൻസർ ഷീറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയാണ്, നിങ്ങളെ സ്കൂൾ പറയാണ് നിങ്ങൾ തന്നെ കറക്റ്റ് ചെയ്തോളി എന്നുള്ളത്. എങ്ങനെ ഉണ്ടാവും? നിങ്ങൾ തന്നെ എക്സാം എഴുതുക, നിങ്ങൾ തന്നെ അത് ചെക്ക് ചെയ്യുക. യു നോ വാട്ട് വിൽ ഹാപ്പൻ? നിങ്ങൾ 100ൽ 100 തന്നെ ഇട്ട് കൊടുക്കും. ഇല്ല സാറേ, അതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതാണ്, നമുക്ക് അത്രയൊന്നും അഹങ്കാരമില്ല. ഏത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അസ്യൂം ഏതെങ്കിലും ഒരു കുട്ടി 99 ഇടാ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ തന്നെ ഓൻ ആലോചിക്കുക അപ്പുറത്തിന്റെ ഫ്രണ്ട് 100 ഔട്ട് 100 ഇട്ടിട്ടുണ്ടാവും, അപ്പൊ ഞാനായിട്ട് കുറക്കണ്ട, മോശമാക്കണ്ട, ഫുൾ മാർക്ക് ഇടും. ഇതാണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത അക്കൗണ്ട്സ് നമ്മൾ തന്നെ ചെക്ക് ചെയ്യാൻ പറ്റില്ല. മെയിൻലി ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് വർക്ക് ഓഡിറ്റ് ആണ്. ബട്ട് ഈ ഓഡിറ്റിംഗ് ചെയ്യണമെങ്കിൽ തന്നെ
നമുക്ക് അക്കൗണ്ട്സിന് നോളജ് ഉണ്ടാവണം. ആൻഡ് ഹെൻസ് നമ്മൾ അക്കൗണ്ട്സ് എന്ന സബ്ജക്ട് നമ്മൾ പഠിക്കും. അക്കൗണ്ട്സ് നമ്മൾ വൺ ഓഫ് ദി ബേസിക് സബ്ജക്ട്സ് ആണ്. നമ്മൾ ഫൗണ്ടേഷൻ തൊട്ട് തന്നെ പഠിച്ചു കൊടുക്കും. ഫൗണ്ടേഷൻ, ഇന്റർമീഡിയറ്റ്, ഫൈനൽ. അപ്പോൾ ഏറെക്കുറെ ഒരു കൊമേഴ്സ് സ്റ്റുഡന്റിന് +1 +2 പഠിച്ച അക്കൗണ്ട്സ് തന്നെയാണ് നമുക്ക് ഫൗണ്ടേഷനിൽ പഠിക്കാനുള്ളത്. വിച്ച് മീൻസ് എന്തുകൊണ്ടാണ് സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടികൾക്കും CAക്ക് വരാ എന്ന് പറയാനുള്ള കാരണം എന്താ? കാരണം ഇപ്പോൾ ബാക്കിയുള്ള സബ്ജക്ട്സ് ഒക്കെ ഏറെക്കുറെ കൊമേഴ്സിനാണെങ്കിലും പുതിയതാട്ടോ. നമ്മൾ +1 +2 നമ്മൾ കാര്യമായിട്ട് പഠിക്കുന്ന സബ്ജക്ട്സ് അല്ല ബാക്കിയുള്ളതൊന്നും. അക്കൗണ്ട്സ് നമുക്ക് കൊമേഴ്സിൽ +1 +2 പഠിക്കാനുണ്ട്. അപ്പോൾ +1 +2 പഠിച്ച അതേ അക്കൗണ്ട്സിന്റെ ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് നമുക്ക് CAയുടെ ഫസ്റ്റ് സ്റ്റേജ് ഫൗണ്ടേഷനിൽ പഠിക്കാനുള്ളത്. ഇതുകൊണ്ട് കൂടിയാണ് ഈവൻ ഇഫ് ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളും ഇസ് ഗെറ്റിംഗ് ഓൾ ദ ബേസിക്സ് അറ്റ് ദ സ്റ്റേജ്. അക്കൗണ്ട്സിന്റെ ബേസിക്സ് എന്താണെന്നുള്ളത് ഈ സ്റ്റേജിൽ കിട്ടുകയാണ്, ഫൗണ്ടേഷൻ സ്റ്റേജിൽ. ദാറ്റ് ഇസ് അബൌട്ട് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ്. ആൻഡ് ലാസ്റ്റ് ടാക്സ്. ഇന്ത്യയിൽ എന്ത് സാധനം എടുത്ത് നോക്കുകയാണെങ്കിലും ടാക്സ് ആണ്. നിങ്ങൾ ഇൻകം ഉണ്ടാക്കുകയാണോ, അത് നിങ്ങൾ ടാക്സ് അടക്കണം. നിങ്ങൾ ഗുഡ്സ് വിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ സർവീസ് കൊടുക്കുകയാണോ, അത് നിങ്ങൾ GST കൊടുക്കണം. നിങ്ങൾ എന്തെങ്കിലും സാധനം മാനുഫാക്ചർ ചെയ്യുകയാണോ, അതിന് നമ്മൾ എക്സൈസ് ഡ്യൂട്ടി കൊടുക്കണം. ഒരു സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുക, ഇമ്പോർട്ട് ചെയ്യുക, വേറെ കൺട്രിയിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങുക, അങ്ങോട്ട് സാധനം എക്സ്പോർട്ട് ചെയ്യുക, അതിന് നമുക്ക് കസ്റ്റംസ് കൊടുക്കേണ്ടി വരും. സോ ഈ ടാക്സസിന്റെ എല്ലാം ഇൻഡെപ്ത് നോളജ് നമുക്ക് CA ഇന്റർ എന്നാണ് നമ്മൾ ഫസ്റ്റ് ടാക്സ് പഠിച്ചു തുടങ്ങുക. പിന്നെ ഫൈനൽ അതന്നെ നമുക്ക് ടാക്സ് 2 പേപ്പർ ആയിട്ട് ഉണ്ടാവുക, ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സിലാണ് നമ്മൾ മെയിൻലി ഇൻകം ടാക്സിനെ പറ്റി പഠിക്കുക. ഇൻഡയറക്റ്റ് ടാക്സിലാണ് നമ്മൾ GST, മറ്റ് കസ്റ്റംസ്, എക്സൈസ് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ടാവുക. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞ പോലെ ഇപ്പോൾ നിങ്ങളൊരു കമ്പനിയാണ്, നിങ്ങൾ എത്ര ഇൻകം നിങ്ങൾ ക്രോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എത്ര ഇൻകം തൊട്ട് നിങ്ങൾ എത്ര ടാക്സ് അടക്കേണ്ടി വരും, ഈ കാര്യങ്ങൾ ഫുള്ള്. സോ ഇൻ വൺ വേ നോക്കുകയാണെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്താ ചെയ്യുക? നമ്മൾ ഒന്നെങ്കിൽ സ്റ്റാർട്ടിങ് സ്റ്റേജ് തൊട്ട് തന്നെ ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റിക്ക് നമ്മൾ ഓരോ സ്റ്റേജിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, അഡ്വൈസ് കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ കൊടുത്തങ്ങനെ പോകും. ലാസ്റ്റ് ഈ ഓഡിറ്റിന്റെ സ്റ്റേജിൽ തന്നെ ഈ ഓഡിറ്റ് റിപ്പോർട്ട് ഒരുപാട് ആൾക്കാർക്ക് എന്താണ് റിക്വയർഡ് ആയിട്ടുള്ള സാധനമാണ് ഓഡിറ്റ് റിപ്പോർട്ട്. പല കേസസിലും ഗവൺമെന്റിന് ആവശ്യം വരും. അപ്പോൾ ഗവൺമെന്റ് ഒരു കമ്പനി ഉണ്ടാക്കിയ കണക്ക് കള്ളക്കണക്കാണോ, ഒതന്റിക് ആണോ, റിയൽ ആണോ എന്നുള്ളതൊക്കെ എങ്ങനെ അസർട്ടൈൻ ചെയ്യുക? ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന് സൈൻ ചെയ്യുമ്പോഴാണ്. അവിടെ നമ്മൾ CAക്കാരന്റെ സൈനിന്റെ റെലവൻസ് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒപ്പിട്ട പൈസ ശരി തന്നെയാണ്. നമ്മൾ ഒപ്പിന് വാല്യൂ ഉണ്ട്. ആ വാല്യൂ ഉണ്ടാവാനുള്ള കാരണം അതാണ്. നമ്മൾ ഇത്രയും സബ്ജക്ട്സ് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനും ഉണ്ട്. നമ്മൾ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഗവൺമെന്റ് ഒഫീഷ്യൽസ് എല്ലാവരും കൺസിഡർ ചെയ്യുന്നത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് സൈൻ ചെയ്തതാണോ, കണക്ക് പക്കയാണ്. പ്ലസ് സൊസൈറ്റിക്കും നമ്മൾ സിഗ്നേച്ചറിന്റെ ആവശ്യമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ഒരു കമ്പനിയുടെ ഷെയർ പർച്ചേസ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന കമ്പനി അല്ല, വേറെ ഓൾറെഡി ഉള്ള ഒരു കമ്പനിയിൽ ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഒരു ഷെയർ പർച്ചേസ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ നമ്മൾ അവരെ പ്രോഫിറ്റ്, അവർ കാണിക്കുന്ന പ്രോഫിറ്റ് ഫിഗേഴ്സ്, അവരുടെ ഷെയർസിന്റെ വാല്യൂ, ഇതൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ അസർട്ടൈൻ ചെയ്യുന്നത് അവർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഒക്കെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഡിറ്റ് ചെയ്തിട്ടുണ്ടാവും, സൈൻ ചെയ്തിട്ടുണ്ടാവും. ആ ബേസിസിലാണ്. അപ്പൊ നിങ്ങൾക്കൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അവര് നിങ്ങളെ പറ്റിക്കുകയാണോ, കണക്ക് റിയൽ ആണോ എന്നുള്ളതൊക്കെ അറിയാൻ ബേസിക്കലി ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് സൈനിന്റെ ബേസിസിലാണ്. ഇത്രയും ഫാക്ടേഴ്സ് ആണ് ബേസിക് ആയിട്ട് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്താ ചെയ്യുക എന്ന് ചോദിച്ചാൽ പറയാനുള്ള ആൻസർ. ആൻഡ് ഈ ബേസിസിലുള്ള സബ്ജക്ട്സ് ആണ് നമുക്ക് മെയിൻലി സിലബസിൽ പഠിക്കാനുള്ളത്. നമ്മൾ സിലബസിൽ പഠിക്കാനുള്ള മെയിൻ സബ്ജക്ട്സ് ഫുള്ള് ഞാൻ ഇവിടെ കവർ ചെയ്തു. ഇതിന്റെ കൂടെ അല്ലറ ചില്ലറായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കുറച്ചുണ്ടാവും. ഫൗണ്ടേഷൻ നമ്മൾ മാത്സ് ഉണ്ട് പറഞ്ഞു, എക്കണോമിക്സ് ഉണ്ട് പറഞ്ഞു. ഈ ഇന്റർവ്യൂവിൽ നമുക്ക് എക്കണോമിക്സ് പഠിക്കാനുണ്ട്. ഇതേപോലെ നമുക്ക് IT പഠിക്കാനുണ്ട്. IT കുറച്ചൊക്കെ ഏറെക്കുറെ അതൊക്കെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന്റെ മെയിൻ പേപ്പർ ആണോ ചോദിച്ചാൽ മെയിൻ പേപ്പർ അല്ല. ബട്ട് അഗെയിൻ സ്പെഷ്യലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് ആ ഏരിയയിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്യാം. ഷാൽ ഐ പ്രൊസീഡ്? ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിച്ച് നിങ്ങൾ ഒന്ന് കമന്റ് ബോക്സിൽ എന്തെങ്കിലും ഓക്കെ കണ്ടിന്യൂ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് മുന്നോട്ട് പോവാം. ആർ യു കംഫർട്ടബിൾ? അതോ യെസ് സെയിൻ? ഓക്കെ ഓക്കെ. ഇവിടെ സെയിൻ മാത്രമല്ലല്ലോ. ഓക്കെ ഇബ ഇനി ഓക്കെ ഇനി ഏതൊക്കെ രീതിയിൽ വർക്ക് ചെയ്യാം ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്? അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ടീച്ചിങ് ആണ്, പ്ലസ് എനിക്ക് പ്രാക്ടീസ് ഉണ്ട് എന്ന് പറഞ്ഞു. സാർ എന്താണ് ഈ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള എനിക്ക് എൻ്റെ സ്വന്തമായിട്ട് ഓഫീസറുള്ളത്. നമുക്ക് ബ്രോഡ്ലി നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ഉള്ളത്? നമുക്ക് ഒന്നെങ്കിൽ എംപ്ലോയ്മെന്റ്, നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്നുള്ള പോസ്റ്റിലേക്ക് നമ്മൾ ഒരു എംപ്ലോയി ആയിട്ട് പോവുക. അല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ ഉള്ളത് നമുക്ക് പ്രാക്ടീസ് എന്നുള്ളതാണ്. പ്രാക്ടീസ് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ആരെയും അണ്ടറിൽ വർക്ക് ചെയ്യല്ല, നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഈ രണ്ട് ഓപ്ഷൻസ് ആണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന് മെയിൻലി ചൂസ് ചെയ്യാനുള്ളത്. പിന്നെ സബ് പോയിന്റ്സ് ആയിട്ട് കുറെ കാര്യങ്ങൾ ഉള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ സ്വന്തമായിട്ടുള്ള ബിസിനസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ CA ചെയ്തത് നിങ്ങൾക്ക് എന്താ പറയാ
പ്രാക്ടീസ് ചെയ്യാനോ എംപ്ലോയ്മെന്റ് ഒന്നുമല്ല. നിങ്ങളെ ബിസിനസ്സിൽ തന്നെ ഈ കാര്യങ്ങൾ ഇൻഡെപ്ത് നോളജ് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്തത്. നിങ്ങൾ ബിസിനസ്സിൽ അത് ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെ ആൻസിലറി പോയിന്റ്സ് കേട്ടോ, സബ് പോയിന്റ്സ്. അതായത് ഇപ്പോൾ ടീച്ചിങ്, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അത് വേറെ സൈഡിൽ കിടക്കണം. മെയിൻലി നമുക്കുള്ളത് എംപ്ലോയ്മെന്റ്, പ്രാക്ടീസ്. എന്തിനു പോകണം, എംപ്ലോയ്മെന്റ് പോകണോ പ്രാക്ടീസിന് പോകണോ, ദാറ്റ് ടോട്ടലി ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ നേച്ചർ, ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ക്യാരക്ടർ. രണ്ടിനും അതിൻ്റെതായ ബെനിഫിറ്റ്സ് ഉണ്ട്, ഡ്രോബാക്സ് ഉണ്ട്. എംപ്ലോയ്മെന്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ടൈം തൊട്ട് നിങ്ങൾക്ക് ഏർണിങ്സ് ഉണ്ടാവും, സാലറി ഉണ്ടാവും. അത്യാവശ്യം ഒരു ഹ്യൂജ് എമൗണ്ട്, ഹെവി എമൗണ്ടുള്ള സാലറി നിങ്ങൾക്ക് ഉണ്ടാവും. സ്വന്തമായിട്ടുള്ള ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു മനുഷ്യനും നിങ്ങൾക്ക് അറിയില്ല. ഐ മീൻ ഒരാൾക്കും നിങ്ങൾ അറിയില്ല. നിങ്ങൾ ഇങ്ങനെ ഒരു സാധനം, നിങ്ങൾ ചാർട്ടർ അക്കൗണ്ടന്റ് ഉണ്ട്, ഓഫീസ് ഉണ്ട് എന്നുള്ള കാര്യം അറിയില്ല. ടൈം എടുക്കും. ഞാൻ ഒരു ക്ലയന്റിന്റെ വർക്ക് ഒന്ന് ചെയ്തു കൊടുത്തു, അയാൾ എൻ്റെ വർക്കിൽ നല്ല സാറ്റിസ്ഫൈഡ് ആയി. അതൊരു ബിൽഡർ ആണെന്ന് വെക്കുക. അപ്പോൾ ആ ബിൽഡറിന് അസോസിയേറ്റ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും, അതിന്റെ കോൺട്രാക്ടേഴ്സ് ഉണ്ടാവും, അവരെ മറ്റ് ഫുൾ റിലേറ്റഡ് ആൾക്കാർ. അപ്പോൾ അവർക്കൊക്കെ കണക്കിന്റെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇവർ എന്നെ സജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റി നമ്മൾ ക്ലയന്റ് ബേസ് നമ്മൾ ബിൽഡ് ചെയ്ത് വരിക. സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻകം ഇല്ലാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവും. സ്റ്റാർട്ടിങ്ങിൽ പല കേസസിലും ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഓഫീസിലേക്ക് റെന്റും സ്റ്റാഫിന്റെ എക്സ്പെൻസും മറ്റേ എക്സ്പെൻസും, പല കേസിൽ നമ്മൾ ക്ലയന്റിന് വേണ്ടി ഒരുപാട് ഓടിന്റെ ഒക്കെ വരും. കുറെ എക്സ്പെൻസ് ഉണ്ടാവും, പൈസ അങ്ങോട്ട് ഇടേണ്ട അവസ്ഥയായിരിക്കും. നേരെ മറിച്ച് എംപ്ലോയ്മെന്റിൽ സ്റ്റാർട്ടിങ് തൊട്ടേ നമുക്ക് ഏർണിങ്സ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എംപ്ലോയ്മെന്റിൽ ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസ്ഡ് ഫീൽഡിലുള്ള നോളജ് നിങ്ങൾക്ക് മതി. നിങ്ങളിപ്പോൾ ഒരു ഓഡിറ്റ് ഫേമിൽ ജോയിൻ ചെയ്യണമെന്ന് വെച്ചാൽ അതിൽ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. ചിലപ്പോൾ ടാക്സിന്റെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, ഓഡിറ്റിന്റെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, കോസ്റ്റിംഗിന്റെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങളുടെ പാഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ടാക്സ് ആണ് ഇഷ്ടം, നിങ്ങൾക്ക് ഓഡിറ്റ് ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഡിപ്പാർട്ട്മെന്റിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എംപ്ലോയ്മെന്റ് ഫോക്കസ് ചെയ്യാൻ പറ്റും. പ്രാക്ടീസിൽ നിങ്ങളുടെ അടുത്ത് വരുന്ന ആൾക്കാർ പല പ്രശ്നങ്ങളായിട്ടേക്കാരം വരിക. നിങ്ങൾ ചിലപ്പോൾ ഭയങ്കര വലിയ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഇന്റർനാഷണൽ ലെവലുള്ള കമ്പനീസിന്റെ മേജേഴ്സ്, കോടികളുടെ കണക്ക് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ആളേക്കാരം. ചെറിയ 10,000 റുപ്യ സാലറി ഉള്ള ഒരാള് മൂപ്പരെ ബാധിക്കുന്ന ചെറിയൊരു പ്രശ്നമായിട്ട് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരു സംശയം ചോദിച്ചിട്ട് ചെറിയൊരു ഫാക്ടർ ആണെന്ന് നോക്കാം, നിങ്ങൾക്ക് അത് അറിയില്ല എന്ന് സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജഡ്ജ് ചെയ്യുക, ചേട്ടാ ഇതാ ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്നുള്ള രീതിയിൽ. സോ പ്രാക്ടീസിൽ നമുക്ക് വരാൻ പോണ ഓരോ 100 ആൾക്കാർ 100 പ്രശ്നങ്ങളായിട്ടായിരിക്കും വരിക. അപ്പോൾ നമ്മൾ അതിനൊക്കെ നോളജ് നമുക്ക് എങ്ങനെ കിട്ടുക? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ കോഴ്സ് ഇൻഡെപ്ത് കോഴ്സ് ആണ്. ഇത് ഫുള്ള് നമുക്ക് പഠിപ്പിച്ച് തരുന്നുണ്ട്. പ്ലസ് നമ്മൾ അതങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. പ്രാക്ടീസിൽ ഓരോ പ്രശ്നങ്ങൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് അവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഇസ് സെക്കൻഡ് ഡിഫറൻസ്. ഫസ്റ്റ് നമ്മൾ സാലറിന്റെ കേസ് പറഞ്ഞു, സെക്കൻഡ് നമ്മൾ നോളജ് നമുക്ക് ഇവിടെ സ്പെഷ്യലൈസ് ചെയ്യാം. ഇവിടെ ജനറൽ ആയിട്ടുള്ള എല്ലാ ഏരിയസിനും നോളജ് നിങ്ങൾക്ക് വേണ്ടി വരും. തേർഡ് തിങ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, എംപ്ലോയ്മെന്റിൽ നിങ്ങളെ ഫിസിക്കൽ പ്രസൻസ് അവിടെ മസ്റ്റാണ്. നിങ്ങൾ ഇന്ന് ജോലിക്ക് പോയാൽ തന്നെ നിങ്ങൾ ഏർണിങ്സ് ഉണ്ടാവുള്ളൂ. ഒരു മാസം നിങ്ങൾ പോവാതൊന്നും നിങ്ങൾക്ക് ഏർണിങ്സ് ഇല്ല. നേരെ മറിച്ച് പ്രാക്ടീസിൽ വൺസ് എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നാണ്ട് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ വർക്കിംഗ് ടൈമാണ്, എൻ്റെ ഓഫീസ് അവിടെ ഓപ്പൺ ആണ്, അവിടെ സ്റ്റാഫ് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് കാര്യങ്ങൾ കമ്പ്യൂട്ടറിലും ഫോണിലും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പേഴ്സണൽ പ്രസൻസ് അവിടെ ആവശ്യമില്ല. നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ സ്ട്രഗിൾ ചെയ്ത ഈ ഇൻകമിന്റെ ഷോർട്ടേജും നിങ്ങൾ പഠിക്കാനെടുത്ത ഷോർട്ടേജ് ഫുള്ള് ഒരു മേ ബി ഒരു 4-5 വർഷം കൊണ്ട് നിങ്ങളെ ഓഫീസ് നിങ്ങൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ റവന്യൂ സെൽഫ് ജനറേറ്റിംഗ് ആവും. നിങ്ങൾ അവിടെ പോയിട്ടില്ലെങ്കിലും കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ട് പോകും. ഐ മീൻ ഒബ്വിയസ്ലി നമ്മൾ ഫോണിലൂടെയും നെറ്റിലൂടെയും കമ്പ്യൂട്ടറിലൂടെയുള്ള ചെറിയൊരു ഇൻവോൾവ്മെന്റിലൂടെയൊക്കെ നമുക്ക് കാര്യങ്ങളോട് മാനേജ് ചെയ്യാൻ പറ്റും. ഇവിടെ ഗ്രോത്തിന്റെ പൊട്ടൻഷ്യൽ ലിമിറ്റ്ലെസ് ആണ് പ്രാക്ടീസിന്റെ കേസ്. അതിന്റെ ബേസിൽ നമുക്ക് ഏർണിങ്സും ഫ്യൂച്ചർ സ്റ്റേജിൽ സ്റ്റാർട്ടിംഗ് ലെവലിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഫേസ് ചെയ്താൽ തന്നെ ഫ്യൂച്ചർ സ്റ്റേജിൽ നമുക്ക് ഏർണിങ്സും അതിനനുസരിച്ച് കൂടാനും നിൽക്കുകയാണ്. യൂഷ്വലി ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ സാധാരണ സ്റ്റാർട്ടിംഗ് എന്താ ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് കാലം എംപ്ലോയ്മെന്റ് ഒക്കെ ചെയ്യാൻ കുറച്ച് എമൗണ്ട് ഒക്കെ ഉണ്ടാക്കും. പിന്നെ നാട്ടിൽ വന്നിട്ട് നമ്മളെ നാട്ടിലൊരു ഓഫീസൊക്കെ ഇട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യും. അപ്പോൾ അവർ അത്രയും കാലം ഉണ്ടാക്കിയ സേവിങ്സിന്റെ ബേസിസിൽ അവർ കുറച്ച് സ്റ്റാർട്ടിങ്ങിലെ ഫണ്ടിന്റെ റിക്വയർമെന്റ് ഒക്കെ അവർ മീറ്റ് ചെയ്ത് പോകും. പിന്നെ ഫേം വലുതായി വരുമ്പോൾ പ്രോബ്ലം സോൾവ് ആയും ചെയ്ത്. ദെൻ ഐ ടോൾഡ് യു ബിസിനസ്, ടീച്ചിങ്. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ, എനിക്ക് പ്രാക്ടീസ് ഉണ്ട്, ടീച്ചിങ് ഉണ്ട്. അപ്പോൾ ടീച്ചിങ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരൊറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാനൊരു എംപ്ലോയി എന്നുള്ള നിലക്കില്ല, ഒക്കെ ഒരു കോൺട്രാക്ട് ബേസിസിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ലോ എന്നുള്ള സബ്ജക്റ്റ് ആണ് എടുക്കുക. അപ്പോൾ ലോ എന്നുള്ള സബ്ജക്ട് എനിക്ക് ഒരു ബാച്ചിന് കംപ്ലീറ്റ് ചെയ്യാൻ 10 ദിവസം വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു കോൺട്രാക്ട് ബേസിസിലാണ് അവർക്ക് കൊടുക്കുക, നമുക്ക് ഞാൻ ലോ എടുത്ത് തരാമെന്നുള്ളത്. അപ്പോൾ അവർ നമ്മളെ പെർഫോമൻസ് അനുസരിച്ച് അവരും ഹാപ്പിയാണ്, നമ്മളും ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ഹാപ്പിയാണ്. അവർ അടുത്ത ബാച്ചിൽ നമ്മൾ വിളിക്കും, അവർക്ക് ഞാൻ ക്ലാസ് കൊടുക്കും. ഇങ്ങനെ ഓൺ ആൻ ആവറേജ് ഒരു കൊല്ലത്തിൽ ഒരു 10-20 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഞാൻ റൗണ്ട് അടിച്ചിട്ട് അങ്ങനെ വരും. ഓൾമോസ്റ്റ് കേരളത്തിൽ കാസർഗോഡ് തൊട്ട് ട്രിവാൻഡ്രം വരെയുള്ള പല സ്ഥലങ്ങളായിട്ട് അങ്ങനെ ചെയ്യാൻ കാരണം എനിക്ക് ട്രാവലിംഗ് ഇഷ്ടമാണ്. എൻ്റെ സെക്കൻഡ് പാഷൻ ബൈക്ക് റൈഡ്സ്, ട്രാവലിംഗ് ആണ്. അപ്പോൾ രണ്ടും കൂടി ഒന്നിച്ച് അങ്ങനെ കൊണ്ടുപോകും. ഓരോ സ്ഥലങ്ങളും കാണാം,
പുതിയ ആൾക്കാരെയും പരിചയപ്പെടാം. അതൊന്ന് പ്ലസ് പ്രാക്ടീസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എനിക്ക് മറ്റു പാർട്ട്നേഴ്സും ഉണ്ട്. എൻ്റെ അണ്ടറിൽ ആർട്ടിക്കിൾസ്, നമ്മളിവിടെ പറഞ്ഞല്ലോ 3 വർഷത്തെ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യണം എന്നുള്ളത്. എൻ്റെ അണ്ടറിൽ ആർട്ടിക്കിൾസ് ഉണ്ട്, സ്റ്റാഫ് ഉണ്ട്, കാര്യങ്ങൾ ഇത് രണ്ടും മാനേജ് ചെയ്ത് പോവാണ്. ഇത്രയും ഫാക്ടേഴ്സ് ആണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്തൊക്കെ ചെയ്യുക എന്നുള്ളത്. സാറേ നമുക്ക് വിഷയത്തിൽ കിടക്കാം. എത്ര കിട്ടും ഇതൊക്കെ ചെയ്താൽ? നമ്മൾ സാധാരണ ഇപ്പോൾ ഞാൻ തന്നെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ സ്റ്റുഡൻസിനോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് CA കോഴ്സിന് വന്നതെന്നുള്ളത്. അപ്പോൾ അവർ പലതും പറയത് നമ്മളെ പാരൻസ് പറഞ്ഞ് അപ്പുറത്തെ നമ്മളെ അയൽവാസി ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, എത്ര ഉണ്ടാക്കണം അറിയാം എനിക്ക്. എത്ര ഉണ്ടാക്കണം അപ്പോൾ കുട്ടികൾ അതൊന്നും എനിക്കറിയില്ല, പക്ഷെ ആ പറച്ചിൽ തന്നെ നമുക്ക് കേൾക്കാറോ കുറച്ചുണ്ട്, അത്യാവശ്യം ഉണ്ട് എന്നല്ല നമുക്ക് അറിയാലോ. അങ്ങനെ വന്നതാണ് CA കോഴ്സിന്. പേയ്മെന്റ് ഓൺ ആൻ ആവറേജ് നമുക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് CA ഫൈനൽ പാസ് ആയാൽ തന്നെ ഇപ്പോൾ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ട് ICAI ആണ് കേട്ടോ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, ICAI. നിങ്ങൾ പാസ്സായി എന്നുള്ള റെക്കോർഡ്സ് ഇവരെടുത്തുണ്ട്. ICAI-നെ കോൺടാക്ട് ചെയ്യുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ട്. പുതിയതായിട്ട് തന്നെ CA-ക്കാർ ഡീറ്റെയിൽസ് നമുക്ക് തരണം എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്ന കമ്പനീസ് ഉണ്ട്. സാറേ ആരാ, ബാസിൽ സാറോ അല്ലെങ്കിൽ ഉണ്ടോ? പോയാ? ടൈമിന്റെ കാര്യം ചോദിക്കാനാണോ? ഒരു 10-15 മിനിറ്റ്സ് പ്രശ്നമാണോ? കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ ICAI-നെ കോൺടാക്ട് ചെയ്യുന്ന ഒരുപാട് കമ്പനീസും ഉണ്ടാവും, എന്റർപ്രൈസസും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോട് തന്നെ ചോദിക്കും. നമ്മൾ അതാരവിടെ കിളിന്റെ കൊച്ച ഒന്ന് മ്യൂട്ട് ചെയ്യോ? നിങ്ങളെ സാലറിയുടെ എക്സ്പെക്ടേഷൻ എത്ര, കാര്യങ്ങൾ എത്ര എന്നുള്ളതൊക്കെ ചോദിച്ചിട്ട് ആ ബേസിസിൽ നിങ്ങളെ റിക്വയർമെന്റ് ഫിൽട്ടർ ചെയ്തിട്ട് ഓരോ കമ്പനിക്ക് ICAI നിങ്ങളെ ഡാറ്റ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഒരു ഒതന്റിക് ആയിട്ട് ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന്റെ സാലറി എത്രയെന്ന് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് ക്യാമ്പസ് പ്ലേസ്മെന്റിന് ICAI തന്നെ തരുന്ന റെക്കോർഡ്സ് ആണ്. ആ സാലറിയുടെ എമൗണ്ട് അങ്ങനെ കൂടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് കിടക്കുന്നത് ഒരു 9 to 10 lakh പെർ ആനം, ഒരു മാസമല്ല പെർ ആനം, ഒരു വർഷത്തിൽ 9 to 10 lakh എന്നുള്ള ലെവലിലാണ് അത് കിടക്കുന്നത്. എന്റെ സാറേ, ഇതാണപ്പോ നമ്മൾ അവസാനം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഐ ടോൾഡ് യു ദിസ് ഇസ് ആവറേജ്. ഇതിനേക്കാളും കുറവുണ്ടാക്കുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻസും ഉണ്ടാവും, ഇതിനേക്കാളും കൂടുതൽ ഉണ്ടാക്കുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻസും ഉണ്ടാവും. ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ തന്നെ 25 lakh ഏൺ ചെയ്ത ഒരു പെൺകുട്ടിയുടെ സ്റ്റോറി ഞാൻ വായിച്ചിട്ടുണ്ട്. 75 lakh പെർ ആനം ഏൺ ചെയ്യുന്ന, ഐ മീൻ ഇൻ ദ സെൻസ് സ്റ്റാർട്ടിംഗിൽ തന്നെ കേട്ടോ, നമ്മൾ +2 കഴിഞ്ഞ് CA കംപ്ലീറ്റ് ചെയ്ത് ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ 75 lakh ഓഫർ ചെയ്ത ആൾക്കാരുണ്ട്. സോ ഇറ്റ് ഡിപ്പെൻസ്. ദിസ് ഇസ് ഓൺ ആൻ ആവറേജ്. എന്തൊക്കെ ഫാക്ടേഴ്സിലാണ് പിന്നെ നമ്മൾ ഗ്രോത്ത് അല്ലെങ്കിൽ ഏർണിങ്സ് ഡിപ്പെൻഡ് ചെയ്യുക? ദാറ്റ് ഡിപ്പെൻസ് അപ്പോൺ നിങ്ങൾ പിന്നെ പെർഫോം ചെയ്യുന്നതിനനുസരിച്ച്. പിന്നെയുള്ള പ്രൊമോഷന് ഗ്രോത്ത് നമ്മൾ മറ്റ് കോഴ്സസ് അല്ലെങ്കിൽ മറ്റ് കരിയർ പോലെ അല്ല. ഗ്രോത്തിന്റെ സ്റ്റേജ് പിന്നെ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ദിസ് ഇസ് ലൈക്ക് ഐ ടോൾഡ് യു, ഓൺ ആൻ ആവറേജ് ക്യാമ്പസ് പ്ലേസ്മെന്റ് ICAI പറയുന്ന എമൗണ്ട്. ഇപ്പോൾ എൻ്റെ കേസിൽ തന്നെ എനിക്ക് ഉണ്ടായിരുന്ന ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസ് നമ്മൾ ഏർണിങ്സിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ എന്താ? നമ്മൾ ഏർണിങ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ ഇപ്പോൾ സാധാരണ ഇപ്പോൾ നിങ്ങൾ തന്നെ ചിലപ്പോൾ എക്കണോമിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടാകും. ഡിമാൻഡ് സപ്ലൈ എന്നുള്ളൊരു ഫാക്ടറാണ്. ഒരു സാധനത്തിന്റെ ഡിമാൻഡ് കൂടുതലാണ്, സപ്ലൈ കുറവാണ്, അതിന്റെ വാല്യൂ കൂടും, പ്രൈസ് കൂടും, ഡിമാൻഡ് കൂടും. ചാർട്ടേഡ് അക്കൗണ്ടൻസ് മാർക്കറ്റിൽ എത്ര ഡിമാൻഡ് ഉണ്ടോ അത്രയും ആൾക്കാരൊന്നും മാർക്കറ്റിൽ സപ്ലൈ ഇല്ല. ആൻഡ് ദിസ് ഹാസ് സംതിങ് ടു ഡു. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ടോപ്പിക്ക് തുടങ്ങിയപ്പോൾ പറഞ്ഞൊരു വിഷയം, എന്ത് കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ ആകെ 2 വിഷയങ്ങൾ അറിയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് ഒപ്പിട്ട പൈസ ഇട്ടും, 2 ടഫാണെന്നുള്ളത്. ആ ടഫ് എന്നുള്ള ടോപ്പിക്കായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളൊരു ടോപ്പിക്കാണ് ഇപ്പോൾ പറഞ്ഞുകൊടുക്കുന്നത്. സപ്ലൈ കുറവാണ്. മാർക്കറ്റിൽ എത്ര ചാർട്ടേഡ് അക്കൗണ്ടൻസിന് ആവശ്യമുണ്ടോ ഇത്രയും ആൾക്കാർ മാർക്കറ്റിൽ അവൈലബിൾ അല്ല. കുറച്ച് കാലം മുമ്പ് ഞാൻ വായിച്ച ഒരു സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ബേസിസിൽ അറൌണ്ട് 10 lakh ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെ ഡിമാൻഡ് കൺട്രിയിൽ ഉണ്ടെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ളത് വെറും 2.5 lakh ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ്. അതുകൊണ്ട് തന്നെ പണിയില്ലാതെ നടക്കുന്ന ഒരു CA-കാരനെ നിങ്ങൾ കാണൂല. റെയർ ആയിരിക്കും. ഐ മീൻ അത്രയും റെയർ ആയിരിക്കും. നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണിയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദിസ് ഹാസ് സംതിങ് ടു ഡു വിത്ത് ഇറ്റ്സ് ടഫ്നെസ് ഓൾസോ. ഈ ടഫും ഈ ഇത്രയും വാല്യൂം ഡിമാൻഡും കാര്യങ്ങളും ഫുള്ള് ഇന്റർലിങ്ക്ഡ് ആണ്, റിലേറ്റഡ് ആണ്. ഇപ്പോൾ ഒരു പാസ് പെർസെന്റേജ് ഓൺ ആൻ ആവറേജ് എത്രയാണ് ഇപ്പോൾ CA കോഴ്സിന്റെ പാസ് പെർസെന്റേജ്? ഞങ്ങളോട് തന്നെ ചോദിക്കാറില്ല. ഞാൻ ഇതുവരെ ഫുള്ള് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഒന്ന് റഫ്ലി
അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് ചാറ്റിൽ ഒന്ന് തരി. എത്ര ഒരു CA കോഴ്സിലുള്ള ഒരു പാസ് പെർസെൻറ്റേജ്, എത്ര ആളാ പാസ് പെർസെൻറ്റേജ്? ഇപ്പൊ അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗസ് അടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു നോക്കി. 9%. 9% ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. ധാരാ പറഞ്ഞു നമ്മള്. ആദിൽ. ഓക്കെ, അതെ, ഓക്കെ, സ്റ്റുഡന്റ് തന്നെയാണ് ഞാൻ. നമ്മളെ ബാസിൽ ഭായ് അപ്പുറത്ത് റിപ്ലൈ ചെയ്യാൻ 9%. പിന്നെ നിങ്ങൾക്ക് എവിടെ നിന്ന് ആദിൽ ഭായ് ഇത് കിട്ടിയേ? വായിച്ചിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ CA ചെയ്ത സമയത്ത് ഞാൻ ക്ലിയർ ചെയ്ത പീരീഡാണ് പറയുന്നത്. 2010 ഫൗണ്ടേഷനിൽ ജോയിൻ ചെയ്യുന്നത്. അന്ന് ഫൗണ്ടേഷനിലെ പാസ് പെർസെൻറ്റേജ് ഞാൻ ക്ലിയർ ചെയ്ത അറ്റംപ്റ്റിൽ 20% ആയിരുന്നു, ഓൾ ഇന്ത്യ ലെവലിലെ പാസ്. ഇന്റർമീഡിയറ്റ് സ്റ്റേജിൽ, അതായത് 2010 ഫൗണ്ടേഷൻ കംപ്ലീറ്റ് ചെയ്ത് 2011 ഇന്ററിന്റെ എക്സാം എഴുതുന്നത്. അന്നത്തെ പാസ് പെർസെൻറ്റേജ് 10% ആയിരുന്നു. 2014 ഫൈനൽ എഴുതുന്നത്, ക്ലിയർ ചെയ്യുന്നത്. ദാറ്റ് വാസ് അറൌണ്ട് 7.2% or something. There were cases 3% പാസ് പെർസെൻറ്റേജ് ആയിട്ടുള്ള കേസസ് ഉണ്ടായിട്ടുണ്ട്, 1% ആയിട്ടുള്ള കേസസ് ഉണ്ടായിട്ടുണ്ട്. ബട്ട് ഇത്രയും കാലം പാസ് പെർസെൻറ്റേജ് 0 ആയിട്ടില്ല. ആൻഡ് ആസ് ലോങ് ആസ് ഇറ്റ് ഈസ് നോട്ട് 0, ദർ ഇസ് എ ഹോപ്പ്. എഫേർട്ട് ഇട്ട് പഠിക്കുന്ന ഒരാൾ പാസ് ആവുന്നുണ്ട്. വാട്ട് ആർ യു സപ്പോസ് ടു ഡു? ഇപ്പൊ നിങ്ങൾ എന്നോട് അഡ്വൈസ് ചോദിക്കുന്ന സമയം ഞാൻ CA പോകണോ? ഐ വുഡ് സജസ്റ്റ് ഇവിടെ നമുക്ക് +2 എത്ര മാർക്ക് ഉണ്ട്, എനിക്ക് 95% മാർക്ക് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് 60% മാർക്ക് ഉള്ളായിരുന്നു. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് CA കോഴ്സ്. നിങ്ങൾ എത്ര ബ്രൈറ്റ് ആയിരുന്നു എന്നുള്ളത് ഇവിടെ ഒരു ഫാക്ടർ എന്നല്ല. ഇവിടെ നിങ്ങൾ എത്ര ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഫാക്ടർ. വൺ ബിഗസ്റ്റ് ബെനിഫിറ്റ് ഓഫ് ദിസ് കോഴ്സ്, ഞാൻ നിങ്ങൾക്ക് വൈ CA എന്ന് ലാസ്റ്റ് ഒരു പോയിന്റ് പറയാന്ന് പറഞ്ഞല്ലോ. പെർഹാപ്സ് പ്രൊഫഷണൽ കോഴ്സസിന്റെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ചീപ്പസ്റ്റ് കോഴ്സ് CA കോഴ്സ് ആണെന്ന് പറയാൻ പറ്റും. ഇപ്പൊ എനിക്ക് തന്നെ CA ഫൗണ്ടേഷൻ, ഇന്റർമീഡിയറ്റ്, ഫൈനൽ ഈ 3 സ്റ്റേജസും ICAIന്റെ അടുത്തുള്ള രജിസ്ട്രേഷൻസും പ്ലസ് പ്രൈവറ്റ് കോച്ചിങ് സെന്റേഴ്സിലുള്ള ഫീസ് എല്ലാം എനിക്ക് വന്നത് അപ്രോക്സിമേറ്റ്ലി ഒരു 1 lakh rupees ആണ്. അത് ഇപ്പോഴത്തെ സ്റ്റേജിൽ ഇപ്പൊ ഫീസ് കാര്യങ്ങൾ കൂടി വന്നാലും മാക്സിമം പോയാൽ നിങ്ങൾക്ക് ഒരു 2 lakh rupeesന്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യുക. ഇത് 5 വർഷത്തിന് 2 lakh. അതിപ്പോ അത്ര ചീപ്പല്ലല്ലോ സാർ, അത് അത്യാവശ്യം കോസ്റ്റ്ലി ആണല്ലോ. പക്ഷേ 3 വർഷത്തെ ആർട്ടിക്കിൾഷിപ്പിൽ തന്നെ ഇതിനേക്കാളും ഹയർ എമൗണ്ട് നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. വിച്ച് മീൻസ് നമ്മുടെ കോഴ്സ് നമുക്ക് തന്നെ ഫിനാൻസ് ചെയ്ത് പഠിക്കാൻ പറ്റും. ഞാൻ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇൻകർ ചെയ്ത കോസ്റ്റ് ഫുള്ള് ഞാൻ ആർട്ടിക്കിൾഷിപ്പിന്റെ എമൗണ്ട് തന്നെ കവർ ചെയ്ത്, പ്ലസ് അന്ന് തന്നെ ഞാൻ കുറച്ച് തട്ടിമുട്ടി അവിടെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, CA ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഞാൻ ക്ലാസ് എടുത്തും തുടങ്ങിയിരുന്നു. അപ്പൊ അതിന്റെ അഡീഷണൽ ഇൻകം വേറെ. കമ്പയർഡ് ടു നമുക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട്, നമുക്ക് മാർക്കറ്റിലുള്ള വാല്യൂ വെച്ച് നോക്കുമ്പോൾ കോസ്റ്റ് വളരെ കുറവാണ്. പിന്നെ ഈ കോഴ്സിന് റിക്വയർഡ് ആയിട്ടുള്ള ഫാക്ടർ എന്താ? അപ്പോൾ ഇറ്റ് ഇസ് നോട്ട് ഫീസ്. പിന്നെ നമ്മളെ റിക്വയർമെന്റ് എന്താ? നമ്മുടെ റിക്വയർമെന്റ് നമ്മുടെ സൈഡിൽ നിന്നുള്ള ഡെഡിക്കേഷൻ ആണ്, ഹാർഡ് വർക്ക് ആണ്. 4 വർഷം CA കോഴ്സിന് ജോയിൻ ചെയ്ത 4 വർഷം ഓൾമോസ്റ്റ് ബാക്കിയുള്ള പുറം ലോകം കാര്യങ്ങളും ഫുൾ ഒഴിവാക്കിയിട്ട് ഇന്ന് പഠിക്കുക എന്നുള്ള ഒരു മെന്റാലിറ്റിക്ക് റെഡി ആവേണ്ടിയിരുന്നു. അതുകൊണ്ട് 4 വർഷം, കാരണം ഫസ്റ്റ് ഫൗണ്ടേഷനിൽ നമുക്ക് അത്ര റിക്വയർമെന്റ് ഉണ്ടാവില്ല. ഇന്റർലും ഫൈനലും അത്യാവശ്യം നല്ല ഡെഡിക്കേഷൻ ആവശ്യമുണ്ട്. അതിന്റെ ഇടയിൽ തന്നെ നമ്മൾ ആർട്ടിക്കിൾഷിപ്പ് ഒക്കെ വരുന്നുണ്ട്. അതായത് സംവട്ട് എൻജോയ്മെന്റ് കാര്യങ്ങളൊക്കെ വരും. ഔട്ട് ഓഡിറ്റ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ്. ബട്ട് അതർവൈസ് CA ഇന്ററിനുള്ള പ്രിപ്പറേഷൻ, ഫൈനലിനുള്ള പ്രിപ്പറേഷൻ, നൗ ഐ ടോൾഡ് യു, ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിലാണ് CA ക്ലിയർ ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ക്ലിയർ ചെയ്തു എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഓൺ ആൻ ആവറേജ് ഡെയിലി ഒരു 10 to 12 hours ഇരുന്ന് പഠിച്ചിരുന്നു. ഇതൊക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്തതല്ല കോഴ്സിന്. CA കോഴ്സ് ഞാൻ വീട്ടിൽ കച്ചറ ഉണ്ടാക്കിയിട്ട് ജോയിൻ ചെയ്ത കോഴ്സാണ്. എനിക്ക് CA ചെയ്യണം എന്ന് പറഞ്ഞിട്ട്, കാരണം ഫുൾ അക്കൗണ്ട്സ് ആണെന്നുള്ള ഒരു ധാരണയിലൊക്കെ ഞാൻ ജോയിൻ ചെയ്തതായിരുന്നു. എടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കുടുങ്ങിപ്പോയി എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് വന്നു. ബട്ട് അഗെയിൻ വേറെ ഇപ്പൊ CA ചെയ്താലും വേറെ എന്താ ചെയ്യുക, അല്ലെങ്കിൽ ആരെങ്കിലും നിർബന്ധിച്ചിട്ട് ജോയിൻ ചെയ്തെന്നല്ല, ഞാനായിട്ട് എടുത്ത കോഴ്സാണ് ഇത്. അല്ലെങ്കിൽ എന്താ ചെയ്യുക എന്നതൊന്നും മൈൻഡൊന്നും ഒരു പ്ലാനൊന്നും ഇല്ലായിരുന്നു. സോ ഐ തോട്ട് എല്ലാ സ്റ്റേജും ഒരു അറ്റംപ്റ്റ് ട്രൈ ചെയ്ത് നോക്കും. പാസ്സായ അടുത്ത സ്റ്റേജിലേക്ക് പോകും, ഫെയിലായ ഇതിട്ടിട്ട് പോകും. ജീവിച്ച് പോകണമെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് തന്നെ ആവണമെന്നില്ല, വേറെ എന്തെങ്കിലും ചെയ്യാന്നുള്ള പ്ലാൻ ചെയ്ത് ഫുൾ എഫേർട്ട് ഇട്ട് പഠിച്ച് ഓൾമോസ്റ്റ് 10 to 12 hours ഡെയിലി ഇരുന്ന് പഠിച്ച് ക്ലിയർ ചെയ്ത്. അപ്പൊ നമ്മുടെ സൈഡിൽ നിന്ന് ഫുൾ ഡെഡിക്കേഷൻ വേണം. എന്തുകൊണ്ടാണ് നമ്മൾ എത്ര സ്മാർട്ട് എന്നുള്ളത് ഇവിടെ ഒരു വിഷയമല്ല, നമ്മൾ എത്ര ഇന്റലിജന്റ് ആണ് എന്നുള്ള വിഷയമല്ല, ഹാർഡ് വർക്കിംഗ് ആണ് ഒരു വിഷയം എന്ന് പറയാൻ കാരണം, CA കോഴ്സിൽ ഇപ്പൊ ഒരു 3 മണിക്കൂറിന്റെ എക്സാമില് അവർക്ക് 100 മാർക്കുകൾക്ക് 3 മണിക്കൂർ 5-6 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നല്ല ട്രിക്കി ക്വസ്റ്റ്യൻസ് ആയിരിക്കും, നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ എന്നോട് ഒരു കോസ്റ്റിംഗ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര സ്മാർട്ടാണ്, എനിക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്ത് പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റും. ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. ഇവിടെ നമ്മൾ ആൻസർ ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ ഉണ്ട്, കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. പ്ലസ് ആ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ട്രിക്കി ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ ആൻസർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ
ആർക്ക് മാത്രം ഈ പറഞ്ഞ ടൈമിൻ്റെ ഉള്ളിൽ 3 മണിക്കൂറുള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആർക്കേ പറ്റുള്ളൂ, അത്രയും പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ആ പ്രാക്ടീസാണ് നമ്മൾ സ്റ്റഡീസിലെ ടൈമിൽ ഇത്രയും ടൈം നമ്മൾ ഓൺ ആൻ ആവറേജ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും ഫസ്റ്റ് അറ്റംപ്റ്റിൽ CA ക്ലിയർ ചെയ്യണമെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരേ പാറ്റേണിൽ ഈ വന്ന ക്വസ്റ്റ്യൻ ഒരു 5-6 വട്ടം ഞാൻ ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഞാൻ കുറെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് വേർ നിങ്ങൾ എത്ര ഇന്റലിജന്റ് ആണ് എന്നുള്ളതല്ല ഇവിടെ വിഷയം, നിങ്ങൾ എത്ര ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണ് അതിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് ഞാനിവിടെ എഴുതിയ ഈ പെർസെൻറ്റേജസ് ഒക്കെ ആക്ച്വൽ ആട്ടോ എൻ്റെ ഫ്രണ്ട്സിന് ഉണ്ടായ ഇൻസിഡന്റ് ബേസിലാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ഫ്രണ്ട്സ് ഒരുത്തൻ 95% +2 മാർക്കുള്ള ആള് ഇപ്പോഴും CA ഫൈനലാണ്, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ആള് CA ഫൈനൽ ലെവലിലെത്തി 2 പ്രാവശ്യം എക്സാം എഴുതി കിട്ടാതായപ്പോൾ വേറെ ജോബിന് പോയി. അൽഹംദുലില്ലാ നല്ല ജോബിലാണ്. വേറെ 60% +2 മാർക്കുള്ളായിരുന്നു. അവന് കുറച്ച് ടൈം എടുക്കും കാര്യങ്ങൾ മനസ്സിലാക്കാനും, ബട്ട് ആൾ അത്യാവശ്യം നല്ല എഫേർട്ട് ഇട്ട് പഠിച്ച് ഓഫീസ് അക്കൗണ്ട് കാണുന്നത്. സോ നമ്മുടെ സൈഡിൽ നിന്ന് ഡെഡിക്കേഷൻ ആണ് നമുക്ക് ഇവിടെ റിക്വയർഡ് ആയിട്ടുള്ളത്. ആ 4 വർഷം നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആണോ ഉള്ള ടൈം ഓൾമോസ്റ്റ് ഈസി ആണെന്ന് പറയാൻ പറ്റും. നമുക്ക് ഒരു കോഴ്സ് ടഫ് ആണെന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെതായ വാല്യൂ ഉണ്ടാവും. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഡിഗ്രിക്കൊക്കെ പോവുകയാണെങ്കിൽ പാസ് പെർസെൻറ്റേജ് കൂടുതൽ. ഞാൻ ഡിഗ്രീനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ല കേട്ടോ. ഞാൻ തന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതാണ്. എനിക്ക് ഡയറക്റ്റ് എൻട്രി എന്നുള്ള റൂട്ട് അന്നില്ലായിരുന്നു. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്താലും അന്ന് CPT ചെയ്യണമായിരുന്നു, ഫൗണ്ടേഷൻ ചെയ്യണമായിരുന്നു. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്താണ് ഈ 3 സ്റ്റേജും കംപ്ലീറ്റ് ചെയ്താണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയത്. അപ്പോൾ ഡിഗ്രി ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ല. നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ മാർക്കറ്റിലുള്ള ഒരു ട്രെൻഡ് വെച്ചിട്ട് ഞാൻ പറയുന്നത് ഡിഗ്രിക്കൊക്കെ പാസ് പെർസെൻറ്റേജ് കൂടുതലായിരിക്കും. ഓബ്വിയസ്ലി സപ്ലൈ കൂടുതലാണ്, ആൾക്കാരുണ്ട്, പാസ്സാവാൻ എളുപ്പമാണ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുള്ളതാണ് വിഷയം. ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, ഇന്ത്യയിലുള്ള പല കോഴ്സസിലും നമ്മൾ പഠിക്കുന്ന സിലബസിൽ പഠിക്കുന്ന സാധനം ഔട്ട്ഡേറ്റഡ് ആണ്. നമ്മൾ പഠിക്കണത് എന്താ, നമുക്ക് പ്രാക്ടിക്കലി ചെയ്യേണ്ടത് എന്താ, രണ്ടും തമ്മിലൊരു ബന്ധമില്ല. പ്രൊഫഷണൽ കോഴ്സസ് പ്രത്യേകിച്ച് CAയിലൊക്കെ ഇത്രയും വോളിയം നമുക്ക് പഠിക്കാനുണ്ട്. പ്ലസ് CA സിലബസ് അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. നിയമത്തിൽ വരുന്ന മാറ്റങ്ങൾ വേറെ, സിലബസ് അങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ് ഇസ് എ ഗുഡ് തിങ്. കാരണം നിങ്ങൾ CA ഫൈനൽ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും ഇന്ന് ഇൻഡസ്ട്രിയിലുള്ള നടക്കുന്ന കാര്യങ്ങൾ എന്താ എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടാണ് നിങ്ങൾ പുറത്തിറങ്ങുന്നത്. അത് അപ്പോൾ എല്ലാവർക്കും അറിയാം, കമ്പനീസിനും അറിയാം, CAനെ റിക്രൂട്ട് ചെയ്യുന്ന കമ്പനീസിനും അറിയാം. ഇൻഫാക്ട് ലെറ്റ് മി ടെൽ യു വൺ മോർ തിങ്, CA ഇന്റർ പ്ലസ് ആർട്ടിക്കിൾഷിപ്പ് കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് തന്നെ ഇൻഡസ്ട്രിയിൽ നല്ല ഡിമാൻഡ് ഉണ്ട്. കാരണം CAക്കാരെ കിട്ടാതെ വരുമ്പോൾ എന്നോട് തന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എൻ്റെ ഒരുപാട് ക്ലയൻസ് അവർ ചോദിക്കും, നമുക്ക് എന്താണ് അക്കൗണ്ടന്റ് തൊട്ട് ഫിനാൻസ് മാനേജർ പോസ്റ്റ് വരെയുള്ള ആൾക്കാരെ റിക്വയർമെന്റ് ഉണ്ട്. അപ്പോൾ അവർ നമ്മളോട് ചോദിക്കുക ആരെങ്കിലും പഠിച്ചിട്ട് ആൾക്കാരുണ്ടോ എന്നൊക്കെ. CAക്കാരെ കിട്ടാതെ വരുമ്പോൾ ഇവർ പിന്നെ നോക്കുക ഇന്റർ കംപ്ലീറ്റ് ചെയ്ത് ആർട്ടിക്കിൾഷിപ്പ് ചെയ്ത ആൾക്കാരുണ്ടോ എന്നുള്ളതാണ് നോക്കുക. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ചെയ്താൽ തന്നെ ഓൾമോസ്റ്റ് നമ്മൾ സേഫർ സൈഡിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഞാനിപ്പോൾ എന്തൊക്കെയാ പറഞ്ഞു, എവിടെ നിന്നൊക്കെയാ പറഞ്ഞു ഉള്ള ടൈമിൽ ഐ ഗെസ് ഓൾമോസ്റ്റ് ദാറ്റ്സ് ഇറ്റ്. രണ്ട് ആൾക്കാരെ ഇൻസിഡന്റ് ഇപ്പോൾ നമ്മൾ സാറ് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് ഏതോ വീഡിയോ ഒക്കെ ഷെയർ ചെയ്തെന്ന് പറഞ്ഞായിരുന്നു. വീഡിയോ നമ്മളെ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഇതെന്റെ ചാനൽ CA ഷാനോസ് ചാനൽ പോയി കഴിഞ്ഞാൽ ഒരു മോട്ടിവേഷൻ വീഡിയോ ആണ്. അതിൽ 3 സ്റ്റോറീസ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. 3 ആൾക്കാരെ ഇൻസ്പിറേഷണൽ സ്റ്റോറീസ്. അതിൽ 2 ചാർട്ടേഡ് അക്കൗണ്ടൻസ് സ്റ്റോറി ഞാൻ ഷെയർ ചെയ്തു. രാജശേഖർ എന്ന് പറഞ്ഞൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റും രജനി ഗോപാൽ എന്ന് പറഞ്ഞ വേറെ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ഇവർ രണ്ടാളും സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ രണ്ടാളും ബ്ലൈൻഡ് ആണ്. ഐ എം നോട്ട് സേയിങ് ഞാൻ നിങ്ങളെ CA എടുക്കാൻ പെർsuade ചെയ്യാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാനൊരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്നുമല്ല, ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. ഞങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ CAക്ക് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ തന്നെ പേഴ്സണലി കണ്ടുമുട്ടും, ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന സിറ്റുവേഷൻ ഒക്കെ വരും. അപ്പോൾ കാലിബർ ഉണ്ടോ, യു ആർ റെഡി ടു ഇൻവെസ്റ്റ് ടൈം ഇൻ ദിസ്, എഫേർട്ട് ഇടാൻ റെഡിയാണോ, അച്ചീവ് ചെയ്യാൻ പറ്റിയ കോഴ്സാണ്. നമുക്ക് കുറച്ച് ഈസി ലൈഫ് വേണം, എൻജോയ് ചെയ്യണം, ഡിഗ്രി ഒക്കെ അടിച്ച് പൊളിക്കുക അങ്ങനത്തെ ടൈപ്പ് ആണെങ്കിൽ ഈ കോഴ്സ് ചിലപ്പോൾ ടൈം വേസ്റ്റ് ആയി മാറും. ബട്ട് ഞാൻ ലാസ്റ്റ് പറഞ്ഞ ടോപ്പിക് ഞാൻ എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ, അതായത് മറ്റേ രാജശേഖറും രജനി ഗോപാലും ഇവർ രണ്ടുപേരും ബ്ലൈൻഡ് ആയിരുന്നു. ഇത് CAക്ക് അവര് ഐ മീൻ ബ്ലൈൻഡ് ആയി കഴിഞ്ഞിട്ടാണ് CAക്ക് ജോയിൻ ചെയ്യുന്നത്. ഒരു സാധനവും കാണില്ല, കണ്ണ് കാണാത്ത. ആൻഡ് ദേ കുഡ് ബി എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. അവർ ക്ലിയർ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ കണ്ണ് കാണാൻ പറ്റിയിട്ട് തന്നെ ക്ലിയർ ചെയ്യുന്ന ടഫ് ആയിട്ടുള്ള ഒരു കോഴ്സ് ഇങ്ങനെ 2 ആൾക്കാർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ബട്ട് ഐ വോണ്ട് ടു ടെൽ യു ഗൈസ്, നമ്മൾ CA പെർസ്യൂ ചെയ്യുകയാണെങ്കിൽ ഏത് കോഴ്സും അല്ലെങ്കിൽ ലൈഫിൽ എന്താവാൻ ഉദ്ദേശിക്കുകയാണെങ്കിലും നമ്മൾ മൈൻഡിൽ നമ്മൾ സെറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. അവിടെ പിന്നെ ഒരു ഫാക്ടർ നമുക്ക് തടസ്സമാവും. ഐ ഹാവ് ഷെയർ ദാറ്റ് വീഡിയോ ഓൺ യൂട്യൂബ്. ഐ ബിലീവ് ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ടു യു. അതൊന്ന് കണ്ടു നോക്ക്. ഈവൻ ദോ CAക്ക് ഉണ്ടാക്കിയ വീഡിയോ ആണെങ്കിലും അത് കോമൺലി സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് അഡ്രസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഐ ഗെസ് ദാറ്റ്സ് ഇറ്റ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച പോയിന്റ്സ് ഒക്കെ ഏറെക്കുറെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ്സ് നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഹലോ സർ. പറയൂ. സർ, ഈ CA ജോബ് ഈ
ഇതിനെന്തെങ്കിലും ഡ്രോബാക്ക് ഉണ്ടോ ജോബ് കിട്ടിയതിന് ശേഷം? ഡ്രോബാക്ക് ഇൻ ദ സെൻസ് നിങ്ങൾ എങ്ങനെ ഉദ്ദേശിക്കുന്ന ഏത് പെർട്ടിക്കുലർ ആസ്പെക്ട് എന്താണ് നിങ്ങൾ ഡ്രോബാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലായില്ല. ഒന്നുകൂടെ ഒന്ന് എലാബറേറ്റ് ചെയ്ത് തരുമോ? അത് ഈ വർക്ക് ലൈഫ് ബാലൻസ് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? വർക്ക് ലൈഫ് ബാലൻസ് ഓക്കെ ഓക്കെ വെരി ഗുഡ്. അത് ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ നമ്മൾ ചൂസ് ചെയ്യണ ടൈപ്പ്. നിങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ എനിക്ക് ഒരു എംപ്ലോയ്മെന്റ്, നമ്മളിവിടെ പറഞ്ഞ സാധനം എംപ്ലോയ്മെന്റ് എനിക്ക് ചെയ്യാൻ ഇഷ്ടമല്ലായിരുന്നു. എവിടെ പോയി എവിടെ എംപ്ലോയ്മെന്റ് പ്രാക്ടീസ് എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ, അതവിടെ എംപ്ലോയ്മെന്റ് പ്രാക്ടീസ്. ഞാൻ പാസ് ഔട്ട് ആയ അതേ വർഷം നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയിൽ നിന്ന് എനിക്ക് ഓഫർ വന്നിരുന്നു 1.5 ലാക്ക് സാലറി പെർ മന്ത് തരാമെന്ന് പറഞ്ഞു. പെർ മന്ത് 1.5 ലാക്ക് സാലറി തരാൻ നമ്മൾ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ആണോ? അവരെന്റെ ക്ലയന്റ് ചെയ്യുന്നു, ഞാൻ പ്രാക്ടീസ് ചെയ്യാണ്, അവരെന്റെ ക്ലയന്റ് ചെയ്യുന്നു, അവരെനിക്ക് തന്ന ഓഫറാണ്. അപ്പോൾ അന്ന് 1.5 ലാക്ക് എന്നുള്ളത് എനിക്കൊരു ഹ്യൂജ് എമൗണ്ട് ആണ്. അന്ന് പ്രാക്ടീസ് കാര്യമായിട്ട് പൈസ ഒന്നുമില്ല. ആൻഡ് അവർ ടേംസ് ഫുള്ള് ക്ലിയർ ആണ്. നമുക്ക് സാറ്റർഡേ ഹാഫ് ഡേ ഹോളിഡേ, സൺഡേ ഫുൾ ഡേ ഹോളിഡേ, ഇങ്ങനെ കാര്യങ്ങൾ ഫുള്ള് പറഞ്ഞ്. ഡ്രോബാക്സ് എന്താ? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഫ്രീ അല്ല. ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഇപ്പൊ എനിക്ക് സ്വന്തമായിട്ട് പ്രാക്ടീസും ടീച്ചിങ് ഉള്ളതുകൊണ്ടാണ് ഇന്നൊരു ദിവസം നിങ്ങൾ കൂടെ സ്പെൻഡ് ചെയ്യാൻ വിചാരിച്ചാൽ എന്നോട് ആരും ക്വസ്റ്റ്യൻ ചെയ്യില്ല. ഓർ ഒരാഴ്ച എനിക്ക് ബ്രേക്ക് എടുത്തിട്ട് ഒരു ട്രിപ്പിന് പോകണം, അല്ലെങ്കിൽ ഒരു മാസം ബ്രേക്ക് എടുത്തിട്ട് എനിക്കൊന്ന് കാശ്മീർ വരെ, കന്യാകുമാരി കാശ്മീർ ഒന്ന് പോയി വരണം എന്ന് വിചാരിച്ചാൽ എന്നൊരാളും ക്വസ്റ്റ്യൻ ചെയ്യില്ല. ഫുൾ ഫ്രീഡം നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരാൾ അണ്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ പ്രശ്നം ഉണ്ടാവും. ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, വർക്ക് ലൈഫും ഫാമിലി ലൈഫും മാനേജ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദി കമ്പനി ദാറ്റ് യു ജോയിൻ. ഇപ്പോൾ പൊതുവെ വലിയ ബിസി ആയിട്ടുള്ള ഓഡിറ്റ് ഫേംസിലൊക്കെ വർക്ക് ടൈം നല്ല കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ പലരും ഈ വലിയ വലിയ ഓഡിറ്റ് ഫേംസിലൊക്കെ ജോയിൻ ചെയ്ത് 2-3 വർഷം കഴിഞ്ഞാൽ അവർ അവിടുന്ന് കിട്ടിയത് ഇറങ്ങി പോരും ചെയ്യും. പലരും ചിലപ്പോൾ പ്രാക്ടീസ് ചെയ്യാനുള്ള ഏർണിങ്സിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസിന് വേണ്ടിയൊക്കെ ജോയിൻ ചെയ്യുന്നതാണ്. ബിസി ആയിട്ടുള്ള ഫേംസിൽ ജോയിൻ ചെയ്യുമ്പോൾ വർക്ക് ലോഡ് കൂടുതലായിരിക്കും, വർക്ക് ടൈമും കൂടുതലായിരിക്കും. അതല്ലാതെ നോർമൽ എംപ്ലോയ്മെന്റ് രീതിയിൽ പാറ്റേണിലൊക്കെ നോക്കുകയാണെങ്കിൽ സാധാരണ നമ്മൾ ഓഫീസ് ടൈമിന്റെ വർക്ക് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വരിക. പലതും നമുക്ക് ഓൺലൈനിൽ കണക്ട് ചെയ്തിട്ട് തന്നെ നമുക്ക് വീട്ടിലിരുന്നാണ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പ്രാക്ടീസ് ടീച്ചിങ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ആ ഫാക്ടേഴ്സിൽ ഫുൾ ഫ്രീഡാണ്. നിങ്ങളെ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ ചെയ്തു എന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. നിങ്ങൾ അതന്നെയാണ് ഉദ്ദേശിച്ചെന്നുണ്ടെങ്കിൽ നിഹാൽ. താങ്ക് യു. ഓക്കെ, പറയാം. പിന്നെ സാറ് പിന്നെ സാർ ഓപ്റ്റ് ചെയ്തൊരു മെത്തേഡ് ഉപയോഗിച്ചൂടെ? ഏതാ? അതായത് ഒരു കുറച്ച് കോച്ചിങ് ക്ലാസ്സോ അങ്ങനെ എടുത്താണ്ട് ആ ഏർണിങ്സ് വെച്ചാണ്ട് ഒരു പ്രാക്ടീസ് സെറ്റപ്പ് ഉണ്ടാക്കിക്കൂടെ? നിങ്ങൾ പറഞ്ഞത് പാസ്സായി കഴിഞ്ഞിട്ട് വരുമാനത്തിന് വേണ്ടിയിട്ട്, ഏർണിങ്സിന് വേണ്ടിയിട്ട് ക്ലാസ് എടുത്തിട്ട് പിന്നെ പ്രാക്ടീസ് സെറ്റപ്പ് ചെയ്തുകൂടെയാണ് ചോദിക്കുന്നത്? ആ ഓക്കെ, പ്രാക്ടീസ് സ്റ്റാർട്ടിങ്ങിലുള്ള ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടി മീറ്റ് ചെയ്യാനാണ് നിങ്ങൾ ആദ്യം ടീച്ചിങ്ങിന് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യൂല. എംപ്ലോയ്മെന്റ് പോയാൽ സ്റ്റാർട്ടിങ് തൊട്ട് നിങ്ങൾക്ക് സാലറി കിട്ടും. കാരണം ടീച്ചിങ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആരും എംപ്ലോയി അല്ല, നമ്മളെ സ്കില്ല് നോക്കിയിട്ടാണ് ഓരോരുത്തർ നമ്മൾ എടുക്കുക. അപ്പൊ ഞാൻ തന്നെ ടീച്ചിങ് തുടങ്ങുന്ന സമയത്ത് ഐ മീൻ അതിലും നമുക്ക് ഓരോ സ്റ്റേജസ് ഉണ്ട്, ലെവലുണ്ട്. ഇപ്പോ നമ്മൾ ഒരു സി എയിൽ പ്രത്യേകിച്ച് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കിയിട്ടല്ല കുട്ടികൾ പോകുക, ഒരു ഫാക്കൽറ്റിനെ നോക്കിയിട്ട് പോവുക. എനിക്ക് ലോ ക്ലാസ് ഷാൻഡുസ്മാന്റെ വേണം എന്ന് പറഞ്ഞിട്ട് വരുമ്പോഴാണ് നമുക്ക് ഡിമാൻഡ് വരുന്നത്. ആ ഒരു ഡിമാൻഡ് ഉള്ള സ്റ്റേജിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് കുറച്ച് ടൈം എടുക്കും. പ്രാക്ടീസ് ബിൽഡ് ചെയ്തതിന് പോലെ തന്നെയാണ് നമുക്ക് ടീച്ചിങ്ങും ബിൽഡ് ചെയ്ത് വരാണ്ട്. ഏർണിങ്സ് ചെയ്യുകയാണ് ഈ സ്റ്റാർട്ടിങ്ങിൽ. അതുകൊണ്ടാണ് ഞാൻ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞത്. എംപ്ലോയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് മന്ത് തന്നെ സാലറി കാര്യങ്ങൾ കിട്ടിക്കൊണ്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും എത്ര അമൗണ്ട് സേവിംഗ് ആയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തുടങ്ങാന്നുള്ളത്. ഞാൻ ടീച്ചിങ് എടുത്തത് എനിക്ക് ടീച്ചിങ് എന്റെ പാഷനാണ്, ഇൻട്രസ്റ്റ് ആണ്, അതുകൊണ്ട് എടുത്തതാണ്. അപ്പൊ അതാണ് ഒരു ഡിഫറൻസ്. ഓക്കെ സാർ. സാർ ഏതാ സജസ്റ്റ് ചെയ്യുന്നത്? ഫൗണ്ടേഷൻ റൂട്ട് ആണോ ഡയറക്റ്റ് എൻട്രി റൂട്ടാണോ? ഈ കോഴ്സ് നിങ്ങൾ ലൈഫിൽ നിങ്ങൾ ചെയ്യാൻ എയിം ഉണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ഡിഗ്രി 3 വർഷം ചെയ്തിട്ട് ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം പീരിയഡ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഫൗണ്ടേഷനിൽ തന്നെയാണ് നമുക്ക്. എവിടെ പോയി? താഴെ തോന്നുന്നു, താഴെയല്ല മേലെ. പീരിയഡ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ വന്നാലും ഇവിടെ തന്നെയാണ് കൂടുതൽ ഏത് ഫൗണ്ടേഷൻ റൂട്ടിലൂടെ ഫൗണ്ടേഷൻ റൂട്ടിലൂടെ വരുന്നത്. പ്ലസ് ഫൗണ്ടേഷൻ റൂട്ട്, അതായത് പ്ലസ് 2 കഴിഞ്ഞിട്ട് നേരെ CA വരുമ്പോൾ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻസിന്റെ ബേസിൽ ഞാൻ കാണാം കേട്ടോ. ഡിഗ്രി കഴിയുമ്പോഴേക്കും നമ്മൾ കുറച്ച് ഉഴപ്പാൻ തുടങ്ങും. നമ്മൾ ഒരു ഈസി ഗോയിങ് ആണ്. നമ്മൾ എന്താണ് ഡിഗ്രിക്കൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നമ്മൾ പാസ്സാവും, എന്ത് എഴുതി കൊടുത്താലും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു മെന്റാലിറ്റിയിൽ നമ്മൾ CA അപ്രോച്ച് ചെയ്യുക. ഇരുന്ന് പഠിക്കുക എന്നുള്ളൊരു മെന്റാലിറ്റി നമുക്ക് അപ്പോഴേക്കും മിസ്സായി പോവാണ്. പ്ലസ് അഗെയിൻ സെക്കൻഡ് തിങ്, പൊതുവെ ഞാൻ പഠിപ്പിച്ച കുട്ടികളെ ബേസിസിൽ പറയാണ്,
സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആൾക്കാരാണ് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആൾക്കാരെക്കാളും കൂടുതൽ പെർഫോം ചെയ്യുന്നതും കാണുന്നത്. ഇത് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം ഞാൻ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടാണ് സി എക്ക് വന്നത്. കാരണം എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ വലിയ എയിം ഒന്നും ഇല്ലായിരുന്നു ലൈഫിൽ. വെറുതെ അങ്ങനെ ഓരോ കാര്യങ്ങൾ അങ്ങനെ ചെയ്ത് അങ്ങനെ പോയതാണ്. അങ്ങനെ സി എക്കും അങ്ങനെ ജോയിൻ ചെയ്തതാണ്. സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടികൾക്ക് പൊതുവെ പേടിയാണ്. കാരണം നമുക്ക് ഒക്കെ പുതിയ സബ്ജക്റ്റ് ആണ്. പക്ഷെ അവർക്കുള്ള പല സബ്ജക്ട്സും ഞാൻ സയൻസ് എടുക്കാത്തതും എനിക്കത് പറ്റാത്തതുകൊണ്ടായിരുന്നു കേട്ടോ. കുറെ കെമിസ്ട്രിയിലും മറ്റേ ബയോളജിയിലും ഓരോ ടേംസ് കുറെ സാധനം പഠിക്കാനുണ്ട്, ഇരുന്ന് പഠിക്കാൻ. കൊമേഴ്സിൽ നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാനില്ല. ആ ഒരു മെന്റാലിറ്റി വെച്ചിട്ട് വരുന്ന ആൾക്കാർ ഇത് പൊതുവെ പെട്ടെന്ന് ക്ലിയർ ചെയ്യണതും കാണാറുണ്ട്. ഇപ്പൊ ഞാൻ ആർട്ടിക്കിൾഷിപ്പ് ചെയ്തത് 3 വർഷം ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടൻസി ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിൽ ചെയ്ത സാറ് BSc കഴിഞ്ഞത്. BSc കഴിഞ്ഞിട്ട് MScക്ക് സീറ്റ് കിട്ടാതെ വന്നപ്പോൾ CA എടുത്ത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയി. ഇന്ന് അത്യാവശ്യം നല്ല പോപ്പുലർ ആണ്, ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. മൂപ്പർ അണ്ടറിലാണ് ഞാൻ ചെയ്തത്. സോ ഇങ്ങനെയാണ് ഫീൽഡ്. നിങ്ങൾ CA ചെയ്യാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ വെറുതെ ഡിഗ്രി ചെയ്തിട്ട് ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ ഫൗണ്ടേഷൻ റൂട്ടിൽ വരിക. ഇൻ കേസ് നിങ്ങൾക്ക് CA കംപ്ലീറ്റ് ചെയ്യുന്ന വരെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് +2 എന്നുള്ളതാണ് ആരോട് ചോദിച്ചാലും പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ. സോ അതിന് പൊതുവെ ആൾക്കാർ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ 3 വർഷത്തെ ആർട്ടിക്കിൾഷിപ്പ് പീരീഡിൽ ഡിസ്റ്റന്റ് ആയിട്ട് എന്തെങ്കിലും ഡിഗ്രിക്ക് രജിസ്റ്റർ ചെയ്തിടും ഏതെങ്കിലും നല്ല യൂണിവേഴ്സിറ്റിയിൽ. അവിടെ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് ഒന്നും പഠിക്കാനൊന്നുമില്ല. കാരണം നമ്മൾ ഇന്റർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ പഠിച്ച സബ്ജക്ട്സ് നമുക്ക് ഡീറ്റെയിൽഡ് നോളജ് കിട്ടിയിട്ടുണ്ടാവും. ആ നോളജ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഡിഗ്രിയുടെ എക്സാം കൊടുക്കുക. ഈ 3 വർഷത്തെ ആർട്ടിക്കിൾഷിപ്പിന്റെ സമയത്ത് നിങ്ങൾ ഡിസ്റ്റന്റ് ആയിട്ട് ഡിഗ്രി കംപ്ലീറ്റും ചെയ്തിട്ടാൽ നിങ്ങൾക്ക് ഡിഗ്രിന്റെ സർട്ടിഫിക്കറ്റുമായി CA കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് ബെറ്റർ. മറ്റേത് ടൈം എടുക്കും, ഒരുപാട് ടൈം എടുക്കും. പ്ലസ് പ്രൊസീജിയർ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് പറയാനുണ്ട്. അതൊക്കെ ഈ ചെറിയ സെഷനിൽ വെറുതെ നിങ്ങളെ ടൈം വേസ്റ്റ് ചെയ്യുന്നത് ഞാൻ പറയാവുന്നതാണ്. CA ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് +2 കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ആൻഡ് വൺ മോർ തിങ് ഞാൻ പറയാൻ വിട്ടുപോയത്, പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു ICAന്ന്. ഇത്രയും കാലം +2 കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പൊ പറഞ്ഞത് 10th കഴിഞ്ഞാൽ തന്നെ നമുക്ക് പ്രൊവിഷണൽ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. അതായത് ടെമ്പററി രജിസ്ട്രേഷൻ നമുക്ക് CAക്ക് രജിസ്റ്റർ ചെയ്യാം. പക്ഷെ ഫൗണ്ടേഷൻ എക്സാം എഴുതാൻ പറ്റുക +2 കഴിഞ്ഞിട്ട് എഴുതാൻ പറ്റുള്ളൂ. പിന്നെ ബെനിഫിറ്റ് എന്താ? ബെനിഫിറ്റ് +2 എക്സാം നിങ്ങൾക്ക് മാർച്ചിൽ കഴിഞ്ഞാൽ 6 months ഫൗണ്ടേഷൻ പഠിക്കാണ്ടെന്ന് ഞാൻ പറഞ്ഞു. മീൻസ് നമ്മൾ CAയുടെ എക്സാംസ് ഒക്കെ മെയ്യിലും നവംബറിലാണ് നടക്കുക. ഫൗണ്ടേഷൻ ആയാലും ഇന്റർ ആയാലും ഫൈനൽ ആയാലും മെയ്യിലും നവംബറിലാണ് നടക്കുക. +2 നിങ്ങൾ മാർച്ചിൽ കഴിഞ്ഞാൽ അസ്യൂം ഇപ്പൊ 2021 മാർച്ചിലാണ് നിങ്ങൾ +2 കഴിയണമെങ്കിൽ 2021 നവംബറിൽ നിങ്ങൾക്ക് CA ഫൗണ്ടേഷൻ എഴുതാൻ പറ്റുള്ളൂ. ഇപ്പോൾ ICA കൊടുക്കുന്ന പുതിയ സ്കീം 10th കഴിഞ്ഞാൽ തന്നെ പ്രൊവിഷണലി CAക്ക് രജിസ്റ്റർ ചെയ്യാന്ന് പറയുമ്പോൾ അവിടെയുള്ള ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ +2 നിങ്ങൾ 2021 മാർച്ചിൽ കഴിഞ്ഞാൽ ആ 2021 മെയ്യിൽ തന്നെ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ അപ്പിയർ ചെയ്യാം. നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബുക്സ് ഒക്കെ കിട്ടും. നിങ്ങൾക്ക് പഠിത്തം +1 +2 കൂടെ പാരലലി കൊണ്ടുപോകാനും പറ്റും. ഇപ്പോഴത്തെ ടൈമിൽ ഏറ്റവും ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളതെന്ന് വെച്ചാൽ കൊറോണയൊക്കെ വന്നപ്പോൾ ക്ലാസ്സസ് ഫുൾ ഓൺലൈനാണ്. അപ്പൊ നിങ്ങൾക്ക് വീട്ടിലിരുന്നാണ്ട് തന്നെ നിങ്ങൾക്ക് CAക്ക് വേറെ സെപ്പറേറ്റ് ക്ലാസ്സിന് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വീട്ടിലിരുന്നാണ്ട് തന്നെ ചെയ്യാനും പറ്റും. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. 10th കഴിഞ്ഞാൽ പ്രൊവിഷണലി നമുക്ക് രജിസ്റ്റർ ചെയ്യാം, എക്സാമിന് എലിജിബിൾ ആവുക. എഴുതൽ നിങ്ങൾക്ക് +2 കംപ്ലീറ്റ് ചെയ്താൽ തന്നെ പറ്റുള്ളൂ. അവിടെ കുറച്ച് ടൈം സേവ് ചെയ്യാൻ പറ്റും. പിന്നെ സർ, നേരത്തെ ഒരു ലോ പഠിച്ചത് BA LLB കഴിഞ്ഞിട്ടുള്ള ഒരാൾക്ക് ഈ CAയിൽ ലോ ഫാക്കൽറ്റിയിലാവുമ്പോഴേക്കും എന്തെങ്കിലും ബെനിഫിറ്റ് ആയിട്ട് എന്താവും? നമുക്ക് സിമിലർ ടോപ്പിക്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പോൾ ഒരു ലോയറിനാണെങ്കിലും CAക്കാർ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ലോ നമുക്ക് പഠിക്കാനുണ്ടാവും. പക്ഷേ ചില ഏരിയാസിൽ ഞാൻ LLB ഒന്നിനും നമ്മൾ കുറച്ച് പറയല്ല കേട്ടോ. സ്റ്റുഡൻസിന്റെ അപ്രോച്ചിൽ നമ്മൾ CAക്ക് പഠിക്കണ അത്രയും ഇൻഡെപ്ത് ഒരു കമ്മിറ്റ്മെന്റ് ഒരു LLBയിൽ പഠിച്ചിട്ടുള്ള ഒരാളിടുന്ന് അങ്ങനെ പൊതുവെ സ്റ്റുഡൻസ് നമ്മൾ ജഡ്ജ് ചെയ്യുമ്പോൾ കാണാറില്ല. നമുക്ക് എല്ലാവരും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഞാൻ കണ്ടിട്ടുള്ള സ്റ്റുഡൻസ് ബേസിൽ ഞാൻ പറഞ്ഞതാണ്. LLB ചെയ്യുന്ന ആൾക്കാർക്ക് എന്റെ സ്റ്റുഡൻസ് ബേസിലുള്ളോട്ട് ഞാൻ പറഞ്ഞതാണ്. ബെനിഫിറ്റ് ഉണ്ടോ? ബെനിഫിറ്റ് ഉണ്ട്. കാരണം നമുക്ക് ഇപ്പോൾ CAയിൽ പഠിക്കാനുള്ള കമ്പനീസ് ആക്ട് ആവട്ടെ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആവട്ടെ, അല്ലെങ്കിൽ കോൺട്രാക്ട് ആക്ട് ആവട്ടെ, LLP ആവട്ടെ, അതൊക്കെ നമുക്ക് അവിടെ അപ്പുറത്തെ LLBയിൽ നമ്മൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഒരു ഫാക്കൽറ്റി ഫീൽഡിലേക്ക് വരാൻ പോവാണ്, നിങ്ങൾക്ക് അവിടുത്തെ നോളജ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ സർ. പിന്നെ വേറെ എന്തെങ്കിലും
സർ ഈ ആർട്ടിക്കൽഷിപ്പ് ചെറിയ ഫേമിന്ന് ചെയ്യുമ്പോഴും മറ്റേ വലിയ ബിഗ് ഫോഴ്സിനൊക്കെ ചെയ്യുമ്പോഴും അല്ല വ്യത്യാസം എന്തെങ്കിലും ഉണ്ടാവും? വ്യത്യാസം എന്താ വെച്ചാല് ഇപ്പോ ഇപ്പോ ആരോ എംപ്ലോയ്മെന്റിനെ പറ്റി ചോദിച്ചല്ലോ, അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള വ്യത്യാസം തന്നെ ഇവിടെ ഉള്ളത്. ഇപ്പോ നിങ്ങളൊരു ബിഗ് ഫോർ ജോയിൻ ചെയ്യണം. ഇപ്പൊ ബിഗ് ഫോർ, ഇപ്പൊ KPMG, PwC, ഇവിടെയൊക്കെ നമ്മൾ ആർട്ടിഫിഷ്യലിന് ജോയിൻ ചെയ്യുമ്പോൾ പൊതുവെ പോസിബിലിറ്റി ഈസ് സ്പെഷ്യലൈസേഷൻ. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും കിട്ടാനുള്ള ചാൻസ് ഉള്ളത്. അത് നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്തിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങളെ എയിം തന്നെ നിങ്ങൾ പാസ്സായി കഴിഞ്ഞിട്ട് എനിക്ക് ടാക്സിൽ സ്പെഷ്യലൈസ് ചെയ്യണം എന്നാണ് നിങ്ങൾ എയിം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബിഗ് ഫോറിൽ ജോയിൻ ചെയ്തിട്ട് ടാക്സ് മാത്രം സ്പെഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. പൊതുവെ എന്താണ്, ഒരു നല്ലൊരു ഫേമിൽ, ഒരു വലിയ ഫേമിൽ ജോയിൻ ചെയ്താൽ സ്പെഷ്യലൈസേഷൻ എന്നുള്ള ഫാക്ടർ ഉണ്ടാവും. നിങ്ങളുടെ നാട്ടിൽ തന്നെ ചുറ്റിപ്പറ്റിയുള്ള ഏതെങ്കിലും ലോക്കൽ ഫേംസിൽ ജോയിൻ ചെയ്താൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ പ്രാക്ടീസ് തുടങ്ങുമ്പോൾ നിങ്ങളടുത്ത് 100 കൂട്ടം പ്രശ്നങ്ങളായിട്ട് ആൾക്കാർ വരുന്നത് അവിടെ തന്നെ കണ്ടു തുടങ്ങണം. അതാണ് ഒരു ബേസിക് ഡിഫറൻസ്. ഡിഫൻസ് നിങ്ങൾക്ക് ഇപ്പോൾ എംപ്ലോയ്മെന്റ് പോകണമെന്നുണ്ടെങ്കിൽ KPMG എന്നാണ് നിങ്ങൾ ആർട്ടിഫിഷ്യൽ ചെയ്തത്. ഒരു അറിയപ്പെടുന്ന ഒരു കമ്പനി, പല കമ്പനീസ് KPMG, PwC ആണെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ചാർട്ടേഡ് അക്കൗണ്ട്സിന് പുറത്ത് വാല്യൂ ഉണ്ട്. ഞാൻ പറയണത് നിങ്ങൾ മെൻഷൻ ചെയ്യുമ്പോൾ, CV യിലൊക്കെ നിങ്ങൾ മെൻഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വാല്യൂ ഉണ്ട്. ബട്ട് ഇതാണ് നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്യാനുള്ള ചാൻസ് ആണ്. നമുക്ക് എല്ലാ ഏരിയാസിൻ്റെയും നോളജ് വേണോ അതോ ഏതെങ്കിലും സ്പെഷ്യലൈസ് ചെയ്യണോ അതിനെ ഡിപ്പെൻഡ് ചെയ്യും വേണോ എന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ ഒരു ഫാക്ടർ നമ്മൾ ആർട്ടിഫിഷ്യൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ CA ആയിട്ടില്ല, നമുക്ക് CA ഫൈനൽ ചെയ്യാനുണ്ട് ആർട്ടിഫിഷ്യലിൻ്റെ ഇടയിൽ. അപ്പോൾ ബേസിക്കലി നമ്മൾ നല്ലൊരു വർക്കുള്ള ഫേമിൽ ജോയിൻ ചെയ്താലേ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. എന്നാൽ ഓവർ വർക്കുള്ള ഫേമിൽ ജോയിൻ ചെയ്താൽ നമ്മൾ ഫൈനലിന്റെ പ്രിപ്പറേഷനെ ബാധിക്കുകയും ചെയ്യും. ക്ലാസ് അറ്റൻഡ് ചെയ്യാനും പഠിക്കാനുള്ള ടൈം കുറയും ചെയ്യും. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെ ഒരു ബാലൻസ് നമ്മൾ നോക്കണം. പല ആൾക്കാർക്കും ഫസ്റ്റ് അറ്റംപ്റ്റ് CA കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത റീസൺ ഇതാണ്. നമ്മളെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആർട്ടിഫിഷ്യൽ ജോയിൻ ചെയ്ത് 2.5 വർഷം കഴിഞ്ഞാൽ തന്നെ എക്സാം എഴുതാന്ന് പറഞ്ഞല്ലോ, വിച്ച് മീൻസ് ആർട്ടിഫിഷ്യൽ കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോഴാണ് നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റ് കൊടുക്കണം. അവിടെ പ്രിപ്പറേഷന് സഫീഷ്യന്റ് ടൈം കിട്ടില്ല പലർക്കും. അങ്ങനെയാണ് പല ഈവൻ ബ്രൈറ്റ് ആയിട്ടുള്ള ആൾക്കാർ വരെ സെക്കൻഡ് അറ്റംപ്റ്റിലാണ് പലപ്പോഴും CA ഫൈനൽ ക്ലിയർ ചെയ്യില്ല. അവർക്കത് കുഴപ്പമില്ല. എനിക്ക് തന്നെ അറിയുന്ന ഒരുപാട് സീനിയേഴ്സ്, ഫ്രണ്ട്സ് ഞാൻ പഠിക്കുന്ന സമയത്ത് അവർ പറഞ്ഞാൽ അവർക്ക് എക്സ്പീരിയൻസ് ആണ് വേണ്ടി. നല്ല പേഴ്സൺ ജോയിൻ ചെയ്യാൻ എക്സ്പീരിയൻസ് കിട്ടും. മേ ബി ഫസ്റ്റ് അറ്റംപ്റ്റ് അവർ എഴുതൂല, അല്ലെങ്കിൽ വെറുതെ എഴുതും. എക്സ്പീരിയൻസിന് വേണ്ടി സെക്കൻഡ് അറ്റംപ്റ്റ് ക്ലിയറും ചെയ്യും. സോ ഇങ്ങനെ രണ്ട് ഫാക്ടേഴ്സ് നമ്മൾ വർക്കിന് പോകുമ്പോഴും നമ്മൾ മൈൻഡിൽ വെക്കേണ്ട ഫാക്ടേഴ്സ്. നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യണോ, എല്ലാത്തിനും നോളജ് വേണം. സെക്കൻഡ് തിങ്, സ്റ്റഡീസ് നമുക്ക് എത്ര പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണം, നമുക്ക് വർക്കിന്റെ എക്സ്പീരിയൻസും വേണം. അപ്പോൾ അതിന്റെ രണ്ടിന്റെ ഒരു ബാലൻസ് ഉണ്ടാക്കാൻ നോക്കുക. കൂടുതൽ വർക്കുള്ള ഫേമിൽ പഠിക്കാനുള്ള ടൈം കുറവായിരിക്കും. വർക്ക് തീരില്ലാത്ത ഫേമിൽ നല്ലോണം പഠിക്കാൻ ടൈം കിട്ടും. പാസ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പ്രാക്ടിക്കൽ നോളജ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിന്റെ രണ്ടിനും ബാലൻസ് ആയിട്ടുള്ള ഒരു ഫേമാണ് നമ്മൾ സെലക്ട് ചെയ്യുക. ഇസ് ദർ എനി ഏജ് ലിമിറ്റ് ഫോർ ദി കോഴ്സ്? കോഴ്സിന് ഏജ് ലിമിറ്റ് ഇല്ല. ഓരോ സ്റ്റേജിന് അതിൻ്റെതായ കാലാവധി ഉണ്ട്. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഫൗണ്ടേഷന്റെ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷം, ഇന്ററിന് 4 വർഷം, ഫൈനലിന് 5 വർഷം. ഇത് കഴിഞ്ഞാൽ വീണ്ടും റീ രജിസ്റ്റർ ചെയ്യാം. ചെറിയൊരു എമൗണ്ട് ഫീസ് ഉള്ളൂ. നമ്മൾ ആദ്യം അടക്കുന്ന ഫീസിന് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനത്തെ കാലാവധി എന്നുള്ള വിഷയമുള്ളൂ, അതല്ലാതെ ഏജ് ക്രൈറ്റീരിയ അല്ല. കഴിഞ്ഞ ബാച്ച് ചെന്നൈയിലൊരു 47-50 വയസ്സുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു പഠിക്കാൻ CA സ്റ്റുഡന്റ് ആയിട്ട്. ഇതിൽ ഏജ് ഫാക്ടർ ഇല്ല. Let me tell you one more thing, okay? അതായത് ICAI, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, അതാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്. CA നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് കോച്ചിങ് സെന്റർ എടുത്ത് പഠിക്കണം എന്നുള്ള യാതൊരു കമ്പൽഷനും ഇല്ല. നിങ്ങൾ ഇവരെ അടുത്ത് CAക്ക് രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾ ഏത് അറ്റംപ്റ്റ് ആണോ എക്സാം എഴുതാൻ പോകുന്നത്, ഇപ്പൊ മെയ്യിലാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത് അല്ലെങ്കിൽ നവംബറിലാണ് എഴുതാൻ പോകുന്നത്, നിങ്ങൾ എലിജിബിൾ ആയത്, അപ്പോഴേക്ക് എക്സാമിന് രജിസ്റ്റർ ചെയ്താൽ ഒരു നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് ഒക്കെ തരും. നിങ്ങൾ പോയി എക്സാം എഴുതുക. ബുക്സ് ഒക്കെ നിങ്ങൾക്ക് അയച്ചു തരും. സെൽഫ് സ്റ്റഡി നടത്താനും പറ്റിയ കോഴ്സാണ്. നമുക്ക് തോന്നുന്നത് നമുക്ക് പ്രൈവറ്റ് കോച്ചിങ്ങിന്റെ ആവശ്യമുണ്ട്. അപ്പോഴാണ് നമ്മൾ ഓരോ കോച്ചിങ് സെന്റേഴ്സിന് നമ്മൾ അപ്രോച്ച് ചെയ്യുക ക്ലാസ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ I'll leave my number over here. നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ടും പിന്നെ എന്തെങ്കിലും ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം സജീവമാണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പിൽ. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സ് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാനുണ്ടെങ്കിലും ചോദിക്കാം.
ഞാൻ അവൈലബിൾ ആയിട്ടുള്ള ടൈമിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഒരു ഓവർവ്യൂ തരാൻ പറ്റും ഫുള്ള് തന്നതാട്ടോ. കാരണം എനിക്ക് അങ്ങനെയൊന്നും ഒരു മെൻഷനും പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത്. ആയിട്ട് ഒരു ഫുൾ പിക്ചർ എന്താണെന്നുള്ളത് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ആ സബ്ജക്ട്സ് എന്താ, എന്തൊക്കെയാണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടിൽ ചെയ്യുക, ഏറെക്കുറെ കവർ ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് ഫുള്ള് കവർ ചെയ്തതാണ്. ഡൺ, ഡൗട്ട്സ് ഒന്നുമില്ല. മലപ്പുറത്തും കോഴിക്കോടും ഉള്ള ബെസ്റ്റ് കോച്ചിങ് സെന്റേഴ്സ് ഏതൊക്കെ? ഈ ആ ഒരു ഫാക്ടറിന് നമുക്ക് ഇവിടെ റെലവൻസ് ഇല്ല. അത് ഇപ്പൊ ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. ഒരു കോച്ചിങ് സെന്ററിന് റെലവൻസ് ഇല്ല. കാരണം ക്ലാസ് എടുക്കുന്ന പോപ്പുലർ ഫാക്കൽറ്റി ആരൊക്കെയെന്ന് ചോദിച്ചാൽ പറഞ്ഞുതരാൻ പറ്റും. അതന്നെ ഓരോ സമയത്ത് ഓരോ ആൾക്കാരായിരിക്കും. അപ്പോൾ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ടാക്സിലെ നല്ലൊരു ഫാക്കൽറ്റിയാണ്. അയാൾ 2 കൊല്ലം ഒരു കോച്ചിങ് സെന്ററിൽ പഠിപ്പിച്ചിട്ട് അയാൾ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് പോയി. അപ്പോൾ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ കോച്ചിങ് സെന്റർ റെഫറൻസ് സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് കാര്യമില്ല. സോ ഫാക്കൽറ്റി ടീം ഉണ്ട്. ഓരോ സബ്ജക്റ്റിൽ ഇന്ന് മാർക്കറ്റിൽ ലീഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അത് നമുക്ക് പറഞ്ഞുതരാൻ പറ്റും. ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഫാക്കൽറ്റി മാറുന്നതനുസരിച്ച് പെർഫോമൻസും കുറയും. നല്ല മാർക്കുള്ള സമയത്ത് ചിലപ്പോൾ നല്ല ഫാക്കൽറ്റി ടീമൊക്കെ ഉണ്ടാവും. കുട്ടികൾക്ക് ക്ലാസ്സൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. ഒരാൾ പോയി കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഞാൻ പറയണം, ഞാൻ അടുത്ത ബാച്ചുകൾക്ക് എനിക്ക് എടുത്തരാൻ പറ്റൂല, എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ആൾ നോക്കേണ്ടി വരും. അപ്പോൾ ഓൾ ദോസ് ഫാക്ടേഴ്സ് ഡിപ്പെൻസ്. ഇറ്റ് ഡിപ്പെൻസ്. നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ ജോയിൻ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ അപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് എനിക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി അപ്പോഴത്തെ സിനാരിയോയിൽ ഏതാണ് നല്ലത് എന്നൊരു അഡ്വൈസ് ചിലപ്പോൾ തരാനും പറ്റും. കഴിഞ്ഞു, സ്റ്റോപ്പ് ചെയ്യാം സെഷൻ. എന്തെങ്കിലും ചോദിക്കണ്ടോ? അത്യാവശ്യം സ്മാർട്ടാട്ടോ, ഉള്ള കാര്യം പറയാലോ. ഞാൻ ഇപ്പോൾ പല ബാച്ചിന് ക്ലാസ് എടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ +1 +2 ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ വിചാരിച്ച ഒരു മനുഷ്യന് ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യൂല, ഒരു മനുഷ്യന് ചിലപ്പോൾ ഡൗട്ട് ചോദിക്കില്ല എന്ന് കരുതി നിൽക്കുകയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, നല്ലതാണ്. If it's done, stop. ഓക്കെ സാർ, Yeah. നമുക്ക് അവസാനിപ്പിക്കാം. Yeah, thank you. Thank you, sir. Thank you, sir. Thank you, sir. Thank you. Thank you, sir. Okay.